അപ്പോൾ ട്രഡീഷനെ നമ്മൾ വളരെ സ്കെപ്റ്റിക്കലായിട്ട് കാണുന്ന ഒരു ക്രിട്ടിക്കൽ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നു. ആ സ്കോളർഷിപ്പ് വരുന്നതിനൊരു റൂട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിനെ പറ്റി നമ്മൾ വായിക്കുന്നത് ഇൻഡോളജിസ്റ്റുകൾ, ജർമ്മനും ഇംഗ്ലീഷ് ജർമ്മൻ ഇൻഡോളജിസ്റ്റുകൾ പറഞ്ഞു തന്നിട്ടാണ് നമ്മളെപ്പറ്റി മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഇൻഡോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, ഇന്ത്യൻ സ്റ്റഡീസ് ചെയ്യുന്ന ആൾക്കാർ, ഇന്ത്യയെ പറ്റി പഠിക്കുന്ന ആൾക്കാരെ ബ്രാൻഡ് ചെയ്യുന്ന ഇൻഡോളജിസ്റ്റുകൾ. ആ ഇൻഡോളജിസ്റ്റുകളാണ് നമ്മുടെ സംസ്കാരത്തിനെ പറ്റിയുള്ള ആദ്യത്തെ റൈറ്റിംഗ്സ് ഉണ്ടാക്കുന്നത്. അത് വായിച്ചിട്ടാണ് നമ്മുടെ കൾച്ചറിനെ പറ്റി മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോഴേ അതെപ്പോഴും ഒരു എക്സോട്ടിസിസം ഉണ്ടാവും. നമ്മുടെ സംസ്കാരത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എക്സോട്ടിക് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ജർമ്മൻ സ്കോളേഴ്സ് നമ്മളെ പറ്റി എഴുതിയത് നമ്മൾ വായിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എപ്പോഴും ട്രഡീഷനെ ഒരു എക്സോട്ടിക് ആയിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. ഏഷ്യൻ ട്രഡീഷൻ, ഇന്ത്യൻ ട്രഡീഷൻ അങ്ങനെ. അപ്പോൾ കുറച്ച് തിയററ്റിക്കൽ ഡെവലപ്മെന്റ് പിന്നീട് വന്നപ്പോഴത്തേക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു മാർക്സിയം അല്ലെങ്കിൽ ഒരു ആ തരത്തിലൊക്കെ വരുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൊക്കേഷൻ ഓഫ് കൾച്ചർ എന്ന് പറയുന്ന അജാ സാഗർ, പിന്നെ ഹോമി ബാബ ഇൻ പർട്ടിക്കുലർ, ഹോമി ബാബ പറയുന്നുണ്ട് കൾച്ചർ എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റാണ്. ഫ്രെഡറിക് ജെയിംസൺ പറയുന്നുണ്ട് കൾച്ചർ എന്ന് പറയുന്നത്, അല്ല ട്രഡീഷൻ എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റാണ്. അപ്പോൾ നല്ല ഒരു ഡിസ്കഷൻ ഉണ്ടായി. ട്രഡീഷനെ നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ടാണ് കാണുന്നത്. ട്രഡീഷൻ കുറച്ച് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ട്രഡീഷൻ എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ട്രഡീഷൻ എന്തെങ്കിലും തരത്തിലൊരു ട്രഡീഷനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് എന്താണ് അപ്പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ള ഒരു ധാരണ, ഒരു ക്രിട്ടിക്കൽ കോൺസെപ്റ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഇന്നത്തെ ഡിസ്കഷനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഡിസ്കഷൻ പൊതുവേ ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞാൽ ട്രഡീഷൻ വളരെ മോശമായിട്ടുള്ളൊരു സാധനമുണ്ട്. അതാണ് ആ ക്രിട്ടിക്കൽ ഒരു കൺസ്ട്രക്റ്റാണ്. അപ്പോൾ ആ കൺസ്ട്രക്റ്റിനകത്ത് ഒരുപാട് തരം പവർ റിലേറ്റഡ് ആയിട്ട്, ഇപ്പോൾ നമ്മൾ വൈദിക സംസ്കാരം എന്ന് പറയും, ഓത്തുചൊല്ലൽ അല്ലെങ്കിൽ അങ്ങനെ വൈദിക സംസ്കാരം എന്ന് പറയുന്നത് പ്രത്യേക ഒരു ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഒരു കാസ്റ്റിൻ്റെ ഒരു ഹൈറാർക്കിയുടെ പവർ സ്ട്രക്ചറിൻ്റെ ഇതാണ്. അപ്പോൾ അത് നമ്മൾ വളരെ സ്കെപ്റ്റിക്കലായിട്ട് കാണും. പക്ഷെ ഇതിൻ്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രഡീഷൻ നമുക്ക് വേറൊരു തരത്തിൽ കാണാം. ഒരു ബോഡിലി പ്രാക്ടീസാണ് ഏതൊരു ട്രഡീഷനും ശരീരത്തിലൂടെ. ഞാൻ ഈ എൻ്റെ വൈദ്യ സമ്പ്രദായത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 generations ഓഫ് knowledge is imbibed in my body. അതൊരു ട്രഡീഷനാണ്. പക്ഷെ ആ ട്രഡീഷൻ ഈസ് എ പ്രാക്ടീസ്. ആ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇത് ഹിസ്റ്ററിയെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഒരു പ്രാക്ടീസ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി നമ്മൾ എപ്പോഴും കാണുന്ന വേറൊരു തരത്തിലാക്കുക. പ്രാക്ടീസിൻ്റെ ഒരു ഹിസ്റ്ററി അത് ഈ പാരമ്പര്യമായിട്ടുള്ള എന്ത്, ഇപ്പോൾ കലമുണ്ടാക്കുന്ന ഒരാൾ ആണെങ്കിൽ, വൈദ്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ നെയ്ത്ത് ചെയ്യുന്ന, ഇതൊക്കെ പഴയ കുലത്തൊഴിലുകളാണ്. അപ്പോൾ ഇതിനൊരു ഹിസ്റ്ററിയുണ്ട്. ആ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി പ്രാക്ടീസിൻ്റെ ഹിസ്റ്ററിയാണ്. ഇപ്പം നമ്മൾ ചരിത്രത്തിനെ പ്രയോഗത്തിൻ്റെയും സങ്കേതങ്ങളുടെയും ടെക്നിക്കുകളുടെയും ഒരു ചരിത്രം കൂടിയായിട്ട് കാണുമ്പോഴത്തേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചോദ്യം എന്നോട് ചോദിക്കാം. പക്ഷേ നമ്മൾ വേറൊരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്, പോസ്റ്റ് സ്പെക്ടക്കിൾ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഈ തിയേറ്ററിൻ്റെ, നാടകത്തിൻ്റെ, ഈ രംഗകലകളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു അതിൻ്റെ ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഹ്യൂമൻ എക്സ്പീരിയൻസ്. ഹ്യൂമൻ കോണ്ടാക്ട് ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ് അതിനെ ഏറ്റവും കോംപ്ലക്സ് ആക്കുന്നത്, അതിനെ ഏറ്റവും പവർഫുൾ ആക്കുന്നത്. കാരണം ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ, ഒരു അൺമീഡിയേറ്റഡ് എന്ന് വരെ നമുക്ക് പറയാം. മീഡിയേഷനുണ്ട് അതിനകത്ത്. പക്ഷെ മറ്റ് കലാരൂപങ്ങളെ അപേക്ഷിച്ച്, ഇപ്പോൾ സാഹിത്യത്തെയോ മറ്റു കലാരൂപങ്ങളെയോ അപേക്ഷിച്ച് വ്യത്യാസപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമൻ പ്രസൻസാണ്.
അപ്പോൾ നിങ്ങൾ ഈ നാടകത്തിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഇന്ത്യൻ തിയേറ്ററിന്റെ ആണെങ്കിലും ഗ്രീക്ക് പാശ്ചാത്യ നാടകവേദിയിലാണെങ്കിലും മറ്റു നാടകവേദിയിലും ഗ്രീക്ക് തിയേറ്ററിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയേഷൻ വളരെ കുറവായിട്ടുള്ള, അല്ലെങ്കിൽ സാഹിത്യം എന്തായാലും ഉണ്ട്. നാടകം എന്ന് പറയുന്ന ഒരു സാഹിത്യമുണ്ട്. പിന്നെ അതിൻ്റെ അരങ്ങാണ്. ആ അരങ്ങിൽ വരുമ്പോഴത്തേക്ക് ഹ്യൂമൻ ടു ഹ്യൂമൻ ആണ് അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഗ്രീക്ക് നാടകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഒരു നാടകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 24 മണിക്കൂർ കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യും ടൈം. എന്തെങ്കിലും ക്ലൂ ഉണ്ട്? 24 മണിക്കൂർ കറക്റ്റായിട്ട്. അതായത് ആ നാടകത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ടൈം ഒരിടത്ത് ബ്രേക്ക് ചെയ്യില്ല. ഇപ്പോ ഈഡിപ്പസ് നാടകത്തില് ക്രയോൺ ഈഡിപ്പസ് തെറേഷ്യസിനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഒരാളിനെ പറഞ്ഞിരിക്കുന്നത്, ഒരു മെസ്സഞ്ചറെ പറഞ്ഞിരിക്കുന്നത്. തെറേഷ്യസിനെ വിളിച്ചുകൊണ്ട് വരാൻ തെറേഷ്യസ് സ്ഥലം വരെ ഈ മെസ്സഞ്ചർ പോയി അവിടെ നിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്ന സമയം വരെ കറക്റ്റ് ആ ടൈം തന്നെ ഫോളോ ചെയ്യണം, റിയൽ ടൈം തന്നെ ഫോളോ ചെയ്യണം. അപ്പൊ ഈ നാടകം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ വിളിക്കാൻ പോയി വിളിച്ചുകൊണ്ട് തിരിച്ചു വരുന്നത് വരെ ഈ ടൈം ഇങ്ങനെ ബ്രേക്ക് ചെയ്യാതെ പോവാണ്. ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിയിൽ വളരെ പൂർണ്ണമാണ് തിയേറ്റർ. പകൽ വെളിച്ചത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഒരു ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ കത്തുന്നില്ല. അപ്പോൾ ഒരു ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, ഇരുട്ടാക്കിയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഇരുട്ടാക്കുന്നത് നമ്മൾ ടൈമിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ഇരുട്ട് കഴിഞ്ഞിട്ട് പിന്നെ വെളിച്ചം വരുമ്പോഴത്തേക്ക് ഒരു ടൈമിൻ്റെ ലാപ്പാണ്. അപ്പോൾ വേറൊരു ടൈം ആൻഡ് പ്ലേസ് സ്പേസ് നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റിംഗ് ബ്ലാക്ക് ഔട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കേർട്ടൻ വരുന്നത് ഇത്തരത്തിലുള്ളൊരു ഡിവൈസാണ്. ഇത്തരം ഡിവൈസ് കുറഞ്ഞ നാടകവേദിയാണ്. ഒന്നുമില്ല, ടെക്നിക്കലായിട്ടുള്ള യാതൊരു സപ്പോർട്ട് വരാറില്ല. അപ്പോൾ ഒരു സ്റ്റോറി ടെല്ലിങ്ങാണ്, ഒരു കഥ പറയുകയാണ് ചെയ്യുന്നത്. ഈ കഥ പറയുന്നതിലാണ് അതിൻ്റെ ഡിവൈസ് മുഴുവൻ നടക്കുന്നത്. ഈ ടെക്നോളജി മുഴുവൻ ഇൻവോൾവ് ചെയ്യുന്നത് ദ വേ യു ടെൽ ദി സ്റ്റോറി അവിടെയാണ്. അല്ലാതെ വേറൊന്നും സ്പേസിലൊന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ വരുന്നു, അഭിനയിക്കുന്നു, പോകുന്നു. ആൾക്കാർ വരുന്നു, അഭിനയിക്കുന്നു, പോകുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എടുത്തോണ്ട് പോകാൻ പറ്റില്ല, എഴുതിച്ചു പോകാൻ പറ്റില്ല. കാരണം ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല, ബ്ലാക്ക് ഔട്ട് ഇല്ല, കേർട്ടൻ ഇല്ല. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വളരെ കുറവാണ് സ്റ്റേജിൽ. അഥവാ ആരെങ്കിലും മരിച്ചതിനൊരു ക്യാരിയർ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഒരു ഡിവൈസ്. അപ്പോൾ ഇതിൻ്റെ ഈ ടെക്നോളജി വന്നത് മുഴുവൻ റൈറ്റ് ചെയ്യും. ഇഡിപ്പസിന്റെ കഥ അറിയാമല്ലോ, ആ സ്റ്റോറി അറിയാം, അറിയാമല്ലോ? ഓക്കെ, അറിയാമോ? ഇഡിപ്പസിന്റെ സ്റ്റോറി തന്നെ. ഇഡിപ്പസ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയായിരുന്നു. സ്റ്റോറി ഇതാണ്. അയാൾ ജനിക്കുന്ന സമയത്ത് ഒരു പ്രവചനം ഉണ്ടാകുന്നത്. അയാൾ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ വിവാഹം കഴിക്കുന്നു, അതിൽ കുട്ടികളുണ്ടാവും. അപ്പോൾ ഇത് ഷോക്കായി അത് അച്ഛനൊന്നുമില്ല. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, ഒരു മെസ്സഞ്ചറെ വിളിച്ചിട്ട്, ഒരു പട്ടാളക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടിയെ കൊണ്ടുപോയി കൊന്നുകളയായിരുന്നു. അപ്പോൾ ഇയാൾ കുട്ടിയെ ക്യാരി ചെയ്തിട്ട് കാട്ടിൽ പോയി. കാട്ടിൽ പോയിട്ട് കൊല്ലാൻ പറ്റുന്നില്ല, തോന്നുന്നില്ല, മനസ്സ് തോന്നുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കാലിൻ്റെ ചങ്ങലയിൽ, ഇപ്പോൾ വൾച്ചേഴ്സ് വന്ന് കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഈ കാലിൽ ചങ്ങലയിട്ട് കെട്ടിയിട്ട് അവിടെ ഒരു പാറയുടെ അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ വേറൊരു ഷെപ്പേർഡ് വന്നിട്ട് ഈ കുട്ടിയെ രക്ഷിച്ചിട്ട് ഈ കുട്ടിയെ കൊണ്ടിട്ട് കോറിന്തിയിൽ നിന്നാണ് തീപ്സിലേക്ക്, വേറൊരു രാജ്യത്തെ രാജാവിന് കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുക. അപ്പോൾ ഈ കുട്ടി അവിടെ പോയി. അപ്പോൾ ഈ അവിടെ വളരും. അയാളുടെ പേരാണ് ഇഡിപ്പസ്. അപ്പോൾ അയാളുടെ കൊറോണേഷൻ്റെ തൊട്ട് മുമ്പ് ഡൽഹിയിലെ ക്ഷേത്രത്തിൽ പോയി. ആ ക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്ക് സെയിം ഒറക്കൾ കേൾക്കും. അച്ഛനെ കൊല്ലുന്നു, അമ്മയെ വിവാഹം കഴിക്കുന്നു. അപ്പം ഇത് കേട്ട് ഇയാൾ ഫ്രൈറ്റൻഡായിട്ട് അവിടെ ആ രാജ്യം വിട്ട് പോവുക. ഈസ് ഗോയിങ് ബാക്ക് ടു ഹിസ് കൺട്രി ഓഫ് ഒറിജിൻ. മനസ്സിലായില്ലേ? ഇയാൾക്ക് അറിയില്ല ഇയാൾ ആ രാജ്യത്തെയാണെന്നും ഇയാൾ ഇപ്പുറത്തെ രാജ്യത്ത് എടുത്തു വളർത്തിയതാണെന്നും ഒന്നും ഇയാൾക്ക് അറിയുന്നില്ല. ആ സ്റ്റോറി ഇയാൾ ആ രാജ്യമാണെന്ന് വിചാരിച്ചിട്ട് ആ രാജ്യം വിട്ടിട്ട് തിരിച്ച് ഓടിപ്പോവുകയാണ്. ആ പോകുന്നത് അയാളുടെ കൺട്രി ഓഫ് ഒറിജിനിലേക്കാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു വഴിയുണ്ട്.
ആ വഴിയിൽ ഒരു ഒറ്റ കുതിരവണ്ടിയിൽ ഒരാൾ വരികയാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ഫൈറ്റ് ഉണ്ടാകും. ആ ഫൈറ്റിൽ ഈ കുതിരവണ്ടി ഇങ്ങനെ മറിഞ്ഞ് വീഴും, അതിൻ്റെ ഒരു വാലിയിലേക്ക് ഇങ്ങനെ വീഴും. അപ്പോൾ അയാൾ മരിച്ചു എന്നാ ശരിക്കും. അപ്പോൾ ആ ഇരിക്കുന്ന ആളത്തെ മുഖം പെട്ടെന്ന് ഇങ്ങനെ കാണുന്നു. കുറച്ച് പ്രായം ചെന്ന ഒരാൾ, നല്ല താടിയും നല്ല വെളുത്ത താടിയും മുടിയൊക്കെ ഉള്ളതാണ്, അത് വളരെ രാജകീയമായിട്ടുള്ള കുട്ടികളൊക്കെ. അത് മരിച്ചു. ഈ കെയിം ബാക്ക് ടു ദാറ്റ് കൺട്രി. അപ്പോൾ അവിടുത്തെ രാജാവിനെ കാണാനില്ല. ആ രാജാവിനെ ഇയാൾക്ക് വന്നത് ആ അച്ഛനായിരുന്നു, മനസ്സിലായില്ല. എന്നിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അവിടെ ഒരു പിശാചിന് ഒരു വൃക്ഷത്തിലിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കുറേ കഥകളൊക്കെ. അപ്പോൾ രാജാവിനെ കാത്ത് ആൾക്കാരിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ജനങ്ങൾ മടുത്തു, അയാൾ തിരിച്ചു വരും. മരിച്ചു പോയി എന്നുള്ളൊരു. അപ്പോൾ ഒരു 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 എന്താണ് അവിടെ ഒരു പിശാച് ബാധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോയിട്ട് പിശാച് അവിടെ നിന്ന് പോയാൽ മാത്രമേ അവിടുത്തെ ട്രൗട്ടെല്ലാം മാറിയിട്ട് മഴ പെയ്യുള്ളൂ, അങ്ങനെയൊക്കെയുള്ള സമയം. അപ്പോൾ ഈഡിപ്പസ് ആ പിശാച് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴത്തേക്ക് അവർ പോകും. വേദാളം പോലൊരു സമയം അവർ പോകും. അപ്പോൾ മഴയൊക്കെ പെയ്ത് ഭയങ്കര ഒരു ഇതാണ്, രാജ്യത്തിനൊക്കെ സന്തോഷം. ഈ ബിക്കൈൻ്റെ ഈഡിപ്പസിൻ്റെ രാജാവാണ്. അപ്പോൾ പഴയ രാജാവിൻ്റെ ഭാര്യ, ആ ഭാര്യയെ ഇയാളുടെ ഭാര്യ എടുക്കണം, ഇയാളുടെ അമ്മയാണ് ഇയാളാക്കുന്നത്. അപ്പോൾ അത് 2-3 കുട്ടികളുണ്ടാകും, 4 കുട്ടികളുണ്ടാകും. 2 ആൺകുട്ടികൾ, 2 പെൺകുട്ടികൾ. പെൺകുട്ടികളുടെ പേര് ആൻറ്റിഗോണി, ഇസ്മേലി, പിന്നെ പോളിനിക്കസ്, വേറൊരാളുകൂടെ ഉണ്ട്, പേര് ഞങ്ങൾക്ക് 2 ആണ്. ഇതാണ് എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഈ നാടകത്തിന് ടെക്നിക്കൽ ഇങ്ങനെയുണ്ട്. ഈ നാടകം എവിടെ തുടങ്ങുന്നത്, ഇതാണ് കഥ. ക്രൊണോളജിക്കലി നമ്മൾ പറയുന്ന ഒരു കഥയുണ്ട്. നാടകം തുടങ്ങുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു വരൾച്ചയുടെ കാലത്ത് ഈ ജനങ്ങൾ കൊണ്ട് കൊട്ടാരത്തിൽ വന്നിട്ട് പറഞ്ഞ് ഭയങ്കര വരൾച്ചയാണ്, ഇവിടെ എന്തോ ഒരു സംഭവം. അപ്പോൾ തൊറാഷ്യസിനെ വിളിച്ചിട്ട് നമുക്ക് ഇത് നോക്കിയിട്ട് പ്രവാചകനെ വിളിച്ചിട്ട് നമുക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് അത് കൈകാര്യം ചെയ്താൽ നമുക്ക് മാറുള്ളൂ. അപ്പോൾ ഈഡിപ്പസ് പറയുന്നു തൊറാഷ്യസിനെ കൊണ്ടുവരാൻ. തൊറാഷ്യസ് വരും. തൊറാഷ്യസ് വന്നിട്ട് പറയുന്നു ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് സംഭവിച്ചു, ഈ രാജാവിനെ കൊന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ഭയങ്കര ഒരു ശാപമുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത ഒരാളിവിടെ ഉണ്ട്, ഇതൊക്കെ ചെയ്ത ഒരാളുണ്ട്. അപ്പോൾ അയാളെ പിന്നെ അയാൾക്ക് ശരിക്കും ഒരു ദൈവത്തിൻ്റെ ശിക്ഷ കൊടുക്കില്ലെങ്കിൽ ഒന്നും മാറാൻ പോകുന്നില്ല. അയാൾ പറഞ്ഞു അത് ആരാണ്? തൊറാഷ്യസ് പറയും ഞാൻ പറയില്ല. അപ്പോൾ തൊറാഷ്യസിന് കണ്ണ് കാണാൻ, കണ്ണ് അന്ധനാണ്. അപ്പോൾ ഈഡിപ്പസ് അയാൾ വഴക്ക് പറയുന്നു, നിങ്ങളിത് ഒളിച്ചു വയ്ക്കുകയാണ്, ഇത് പറയാതെ ഒളിച്ചു വയ്ക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഭവം. നമുക്ക് അവിടെ നിന്നാണ് ഈ നാടകം തുടങ്ങുന്നത്. ആ മനുഷ്യൻ ആരാണെന്നുള്ള അന്വേഷണം ഈഡിപ്പസ് നാടകത്തിലേക്ക്. അതെ, എക്സാക്ട്. താനാണെന്ന് അത് കണ്ടുപിടിക്കുന്നത് വരെ ഈ അന്വേഷണം വെച്ചു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരികയാണ്. കൊണ്ടുപോയി അവിടെ ഇട്ടാൽ, കുട്ടിയെ കൊണ്ടുപോയി ഇട്ടാണെന്ന് പറഞ്ഞ് ഞാൻ കൊന്നിട്ടില്ല, അത് ഞാൻ അവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ വേറെ ആട്ടിനെന്ന് പറയുന്നത് ഞാൻ അവിടെ ഇട്ടിട്ട് മറ്റു രാജ്യങ്ങളിൽ കൊടുത്തു എന്ന് പറഞ്ഞു. ഒരു ഘട്ടം വരുമ്പോഴത്തേക്ക് യക്കോസ്ത പറയും സ്റ്റോപ്പ് ചെയ്യാൻ. കാരണം അവർക്കാണ് ആദ്യം മനസ്സിലായത്, ഇത് എങ്ങോട്ടാണ് പോകണമെന്ന്. എന്നിട്ട് അവസാനം സംഭവിക്കുന്നത് എന്താണ്? ആദ്യം കേൾക്കുന്ന യക്കോസ്ത മരിക്കുന്നതാണ്, തൂങ്ങി വരും. കാരണം മകനാണ്, ഭർത്താവുമാണ്. അപ്പോൾ എന്നിട്ട് അവസാനം സംഭവിക്കുന്നത് എന്താണ്? കണ്ണ് പൊട്ടിച്ചിട്ട് കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ഈഡിപ്പസ് പോവുകയാണ് ചെയ്തത്. ഇവിടെ നാടകത്തിൻ്റെ ആ അരങ്ങ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നുമില്ല. ഈ സ്റ്റിൽസ് ഉപയോഗിച്ചിട്ടുള്ള വലിയ കുറേ രൂപങ്ങളും കോറസും ഈ കഥാപാത്രങ്ങളും മുഖം മൂടി വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളും അവർ ഈ കഥ എനാക്ട് ചെയ്യുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ആ ടെക്സ്റ്റിലാണ് ഈ ടെക്നോളജി മുഴുവൻ. അപ്പോൾ ഒന്നും ഇല്ലാത്തൊരു ഇതാണ് ഈ നട്ടുച്ചയുടെ വെളിച്ചത്തിൽ, പകൽ വെളിച്ചത്തിൽ മാത്രം. ഇതുപോലെ തന്നെയാണ് ഷേക്സ്പിയറിൽ വരുമ്പോഴേക്കും. ഷേക്സ്പിയറിന് ഉടൻ പോകുമെന്ന് പറയും. തുറന്ന ഒരു മേൽക്കൂരയില്ലാത്ത ഒരു സ്ഥലമാണ് ഗ്ലോബ് തിയേറ്റർ. 37 നാടകങ്ങളാണ്
37 നാടകങ്ങൾ അതായത് ഇംഗ്ലീഷ് ഭാഷ അതിന് ഏറ്റവും വലിയ ഒരു ആ ഭാഷയുടെ ഏറ്റവും വലിയ എക്സ്പ്രഷൻ വന്നിട്ടുള്ളത് ഷേക്സ്പിയറിലാണ്. ആ ഭാഷ തന്നെ ഉണ്ടാകുന്നതും ഷേക്സ്പിയറുടെ നാടകങ്ങളിലൂടെ. അത് നടക്കുന്നതും ഇതുപോലൊരു സ്ഥലത്താണ്, ഒന്നുമില്ലാത്തൊരു സ്ഥലം. ഗ്ലോബ് തിയേറ്റർ കണ്ടാൽ അറിയാം ഇവിടെ എങ്ങനെയാണ് ഹെൻറി V വലിയ വോറുണ്ട്. ആ വോർ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് എപ്പോഴും ഞാൻ ഗ്ലോബിൽ പോകുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയൊരു അത്ഭുതം ഇതാണ്. പിന്നെ മാക്ബത്തിൽ കംപ്ലീറ്റ് ഇരുട്ടാണ്. ആ നാടകം മുഴുവൻ ഇരുട്ടാണ്. ഈ നാടകം നടക്കുന്നത് ഉച്ച കഴിഞ്ഞിട്ടുള്ള 2-3 മണിക്കൊക്കെ ഈ നാടകം നടക്കുക. അത് വൈകുന്നേരം ആവുന്നതിന് മുമ്പ് അവസാനിക്കുകയും ചെയ്യും. ഈ ഒറ്റ വെളിച്ചം എന്ന് പറഞ്ഞ സൂര്യ വെളിച്ചം, ഈ സൂര്യപ്രകാശത്തിൽ അവിടെ നിന്നിട്ട് ഈ മെഗ്ബത്ത് കാണുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇരുട്ട് അനുഭവിച്ചിട്ടുള്ളത്, ആ ഇരുട്ട് എങ്ങനെയാണ് അനുഭവിച്ചിട്ടുള്ളത്, അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടെ ആ നാടകം വലിയ പരാജയം. ഗ്ലോബ് അവിടെ നിന്നു എന്നുള്ളത് തന്നെ ആൾക്കാർക്ക് ആ ഒരു നാടകീയ അനുഭവം കിട്ടിയെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൻറി V വലിയ യുദ്ധരംഗങ്ങളൊക്കെ, യുദ്ധരംഗങ്ങൾ എങ്ങനെ ആൾക്കാർക്ക് മനസ്സിലായി. അല്ല, ഷേക്സ്പിയറിലാണ് അതിൻ്റെ ഒരു ഹ്യൂമൻ ഇമോഷൻസിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഭാവങ്ങൾ. അതിനകത്ത് പ്രണയമുണ്ട്, പിന്നെ യുദ്ധമുണ്ട്, മരണമുണ്ട്, രക്തമുണ്ട്, എല്ലാ തരത്തിലും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയും ഒരു ടെക്നോളജി ഒന്നും വർക്ക് ചെയ്തു. അപ്പോൾ അതൊക്കെ തന്നെ അവിടെയും ടെക്സ്റ്റിലാണ് അതിൻ്റെ ഒരു വലിയ ഇത് നടക്കുന്നത്. ഷേക്സ്പിയറിൻ്റെ ഭാഷയിലാണ്. പിന്നെ ഷേക്സ്പിയറിൻ്റെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നിക്കുണ്ട്. ഒരു പുസ്തകവും എഴുതി ഷേക്സ്പിയർ മരിക്കുന്ന സമയത്ത് ഇത് ഒരിക്കലും ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു നാടകം പോലും പബ്ലിഷ് ചെയ്ത് കാണാൻ സാധ്യത ഉണ്ടായിരുന്നില്ല അദ്ദേഹം മരിക്കുന്ന സമയത്ത്. ബെൻ ജോൺസണാണ് ഇത് മരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായത്. രണ്ടുപേരും മദ്യപിച്ചിട്ടാണ് മരിച്ചു പോയത് ഷേക്സ്പിയർ. ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് കുറേ സ്റ്റോറീസാണ്. അപ്പോൾ നാടകം എഴുതി പബ്ലിഷ് ചെയ്യുന്ന ഒരു പരിപാടി അന്നുണ്ടായിരുന്നു. ഈ നാടകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ്. ഈ ആക്ടേഴ്സ് വരുമ്പോൾ അതൊരു തരം ഈ പൈറസിയെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കും കൂടിയാണ്. നാടകം മുഴുവനായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ ഓരോ ആക്ടേഴ്സും അവർക്കറിയാവുന്നത് അവരെന്ത് പറയുന്നു എന്നുള്ളത് ടെക്സ്റ്റ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ റിഹേഴ്സൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഇതെല്ലാം കൂടെ അസംബ്ലേജ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് റിഹേഴ്സൽ. അങ്ങനെ ഈ പ്രാക്ടീസ് റിഹേഴ്സൽ നടക്കുന്നതിൻ്റെ ഇതിൻ്റെ അസംബ്ലേജിലാണ് ഒരു നാടകം ഇങ്ങനെ ഉണ്ടായത്. അപ്പോൾ നാടകം മുഴുവൻ ഷേക്സ്പിയറിൻ്റെ മനസ്സിലാണ്. അവിടെയും ഞാൻ പറഞ്ഞത് ടെക്സ്റ്റാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം. ഈ നാടകവേദിയിൽ വളരെ ഈ ഒരു ഹിസ്റ്ററി കുറച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാവും. ഈ ഇമേജിനെ പറ്റിയുള്ള നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നത്. ഈ ആധുനിക നാടകവേദിയിൽ അപ്പോൾ നാടകവേദിയെ വലുതായിട്ട് മാറ്റിയ 2 കാര്യങ്ങളാണ്, 2 സയന്റിഫിക് ഇൻവെൻഷൻസ്. ഒന്ന് എഡിസന്റെ ബൾബിൻ്റെ കണ്ടുപിടിച്ചത്, ലൈറ്റ് കണ്ടുപിടിച്ചത് വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അപ്പം മുതലാണ് തിയേറ്റർ പുറത്തുനിന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങി. അകത്തേക്ക് പോയി ഇൻസൈഡിൽ മുറിക്കകത്ത് ഹോളിനകത്ത് നാടകം ചെയ്യാവുന്ന പരിപാടി. പിന്നെ ലൈറ്റ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ലൈറ്റ് അതുവരെ മെഴുകുതിരിയായിരുന്നു. ഈ ന്യൂ ക്ലാസിക്കൽ തിയേറ്ററിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് ലൈറ്റ്സിന് പകരം ഇതാണ്, കാൻഡിൽസാണ്. കാൻഡിൽസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്രഞ്ച് ന്യൂ ക്ലാസിക്കൽ തിയേറ്ററൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇലക്ട്രിക് ബൾബ് വന്നപ്പോഴത്തേക്ക് ബ്ലാക്ക് ഔട്ട് കൊണ്ടുവരാൻ ഇത് ഭയങ്കരമായിട്ട് ഈ നാടക രചനയായി മാറി. ഇബ്സന്റെ നാടകങ്ങളിൽ ആദ്യത്തെ 2ാമത്തെയും രംഗങ്ങളുടെ ഇടയിൽ 4-5 വർഷം ഒഴിഞ്ഞു പോയി. പിന്നെ അപ്പോൾ അതിന് ഈ ടൈമിനെ മാനേജ് ചെയ്യാനുള്ള നല്ലൊരു പവർ ഈ റൈറ്റിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ റിയലിസം അതിനകത്തേക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ആണ് ക്യാമറ. ഈ 2 കാര്യങ്ങളാണ്, ക്യാമറയുടെ ഇൻവെൻഷൻ ഓഫ് ക്യാമറയും ഇൻവെൻഷൻ ഓഫ് ലൈറ്റും. ഈ 2 സംഭവങ്ങൾ നാടകത്തിൽ വളരെയധികം മാറ്റം. എന്തായിരുന്നു ആ മാറ്റം? ആ മാറ്റം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി സ്ലോലി ക്രീപ്പ് ചെയ്യും. ടെക്നോളജി സ്റ്റേജിലേക്ക് വരാൻ ബൾബ് വന്നു. അപ്പോൾ സീനറി വന്നു, പെയിന്റിങ്ങിൻ്റെ കുറേ അംശങ്ങൾ വന്നു. അപ്പോൾ ഇപ്പോൾ ചെക്കോവിൻ്റെയും ഇബ്സന്റെയും ഒക്കെ നാടകങ്ങൾ സ്റ്റാനിസ്ലാവ്സ്കി മോസ്കോവ് തിയേറ്ററൊക്കെ ചെയ്യുന്ന സമയത്ത് സീനറിയാണ് പുറകിൽ. അപ്പോൾ ചെറിയ ഓർച്ചാർഡിനെ നമ്മൾ ഈ ഓർച്ചാർഡിലൊക്കെ കാണും. ചെറിയ ഓർച്ചാർഡൊക്കെ നമ്മൾ കാണുന്നുണ്ട്.
പിന്നെ ഇബ്സന്റെ നാടകങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ റിയലിസത്തിന്റെ ആ വരവോടുകൂടി എല്ലാം അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ ക്ലിയർ ആണ്. പിന്നെ മിസ്സിസ് ആൽവിങ്ങിന്റെ വീടൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം. നോർവേയിൽ മഴ പെയ്യുന്നതും ആ ജനലിന്റെ പുറകിൽ കൂടെ കടൽ തീരവും ഒക്കെ കാണാവുന്ന തരത്തിലാണ് ആ ഒരു റിയലിസം സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ടെക്നോളജി നമുക്കിവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് സംസാരിക്കാനുള്ളത് അങ്ങനെ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരിക. ഓ ലൈറ്റ് അല്ലേ? ആ എക്സാക്ട്. അപ്പോ അവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റേജിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് വരെ ടെക്സ്റ്റിലാണ് ടെക്നോളജി അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ പവറിലാണ് നാടകവേദി നിന്നിരുന്നത് എങ്കിൽ ഈ ടെക്നോളജി വന്നപ്പോഴത്തേക്ക് സംഭവിച്ചത് ടെക്സ്റ്റിൽ നിന്നും ഇമേജിലേക്ക് മാറ്റം. 20ാം നൂറ്റാണ്ടിലെ നാടകവേദി മുഴുവൻ ഈ ഒരു ട്രാൻസിഷന്റെ തിയേറ്ററാണ്. ഇമേജുകൾ കൂടുതൽ പവർഫുൾ ആവാം. ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടെക്നോളജി തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പം ചില പേരുകളൊക്കെ ഇപ്പൊ റോബർട്ട് വിൽസൺ എന്ന് പറയുന്നത് ഒരു മാസീവായിട്ടുള്ള കുറച്ച് പിന്നെ ചെറിയ ഞാൻ യൂട്യൂബിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ള ഒന്നിന്റെ സാധനങ്ങളുണ്ട്. അതിൽ കാണിക്കും. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമേജ് ഇമേജ് എങ്ങനെയാ മനസ്സിലായത്? ഇമേജ് ഒരു ദൃശ്യമാണ് അല്ലെ? അല്ലെ, ഒരു കാണുന്ന ഒരു സാധനമുണ്ടോ അല്ലെ ഇമേജ്? ഫോണുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഫോൺ എടുക്കാവോ? ഒരു നിങ്ങളുടെ തന്നെ ഒരു സെൽഫി ഫോട്ടോ എടുക്കും. ഏറ്റവും നന്നായിട്ട് ഒരു ഫോട്ടോ എടുക്കും. നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാം. എടുത്തോ? ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ ചെയ്തു? മുടിയൊക്കെ ശരിയാക്കി അല്ലേ? ലുക്കൊക്കെ ഒരു ഇതാക്കി എന്നിട്ട് നമ്മൾ ഇമേജ് എടുത്തു. ഇനി ആ ഇമേജിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. അതൊരു ഇമേജാണ്. ആ ഇമേജിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. യു ലൈക്ക് ഇറ്റ് അല്ലേ? അതെ, ശരിയാക്കാമായിരിക്കും. പക്ഷെ നമ്മൾ കൂടുതൽ അതിനെ നമ്മളെക്കാളും ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അല്ലേ? ഇപ്പോ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ഇമേജ് മേക്കിംഗ് ആണ് നിങ്ങളിപ്പോ ചെയ്തത്. നിങ്ങളുടെ ഒരു ഇമേജിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ആ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് ആ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു ഇമേജാണ്. ആ ഇമേജ് എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേഷൻ. ആ ഫോട്ടോ സ്റ്റാൻഡ്സ് ഫോർ യു. ഇതാണ് ഇമേജിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആ ഫോട്ടോ സ്റ്റാൻഡ്സ് ഫോർ യു. നിങ്ങൾ ആ ഫോട്ടോ ആണോ? അല്ല. പക്ഷെ ആ ഫോട്ടോ നിങ്ങളാണ്. അത് നിങ്ങളെ റെപ്രസെന്റ് ചെയ്യണം. നിങ്ങളെ പറ്റിയുള്ള ഒരു ഇമേജാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എല്ലാം മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഇതൊരു കമോഡിറ്റിയാണ്. ഡെബോർഡ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഫിലോസഫർ, ഗേ ഡെബോർഡ്, കേട്ടിട്ടുണ്ടോ? പിന്നെ പുള്ളി ജീവിച്ച കാലത്ത് അദ്ദേഹത്തിന്റെ സ്പെക്ടക്കിൾ ഓഫ് ദി സൊസൈറ്റി ഓഫ് ദ സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും നമ്മൾ റെഫർ ചെയ്യുന്നത് ആ വർക്ക് തന്നെയാണ്. പല കാര്യങ്ങളും ഇമേജിന്റെ ഒരു പ്രോബ്ലത്തിനെ പറ്റി നമ്മൾ പറയുന്നത്. ഹി വാസ് വെരി സ്കെപ്റ്റിക്കൽ അബൌട്ട് ഇമേജസ്. അപ്പോ അതിനകത്ത് പുള്ളി പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ എക്സ്പീരിയൻസിന്റെ എല്ലാ തരത്തിലുള്ള ഊഷ്മളതയും എല്ലാ തരത്തിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെയും ഈ ഇമേജ് ബ്ലോക്ക് ചെയ്യും എന്നുള്ളതായിരുന്നു ഡെബോർഡിന്റെ ആ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഐഡിയാണ്. ഈ ഫോട്ടോ എടുക്കുക, ഇതൊക്കെ വേണം ഷെയർ ചെയ്യാം അല്ലെ? നിങ്ങൾ ഇപ്പൊ എടുത്ത ഫോട്ടോ നല്ല ഫോട്ടോ ആയിട്ട് അത് വന്നെങ്കിൽ യു വിൽ സെലിബ്രേറ്റ് അല്ലെ? ആൾക്കാർക്ക് ഷെയർ ചെയ്യും, അത് ലൈക്ക് ചെയ്യും.
അതിന് ലൈക്ക് എത്രത്തോളം ലൈക്ക് വരുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? ഇത് ഒരു കമോഡിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, എൻ്റെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എൻ്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എൻ്റെ ചിന്തയുണ്ട്, എന്നെ സോഷ്യൽ ഫാബ്രിക് എവിടെയാണ് ഞാൻ നിൽക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വ്യക്തിയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ, ഒരു സംവാദത്തിന്റെ ഇടയിലാണ് നിങ്ങൾ ഇപ്പോൾ എടുത്തൊരു ഫോട്ടോ വരുന്നത്. ആ ഫോട്ടോ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോ അത് ദാറ്റ് ബിക്കംസ് ഇമ്മീഡിയറ്റ്ലി എ കമ്മോഡിറ്റി, ഒരു ഉൽപ്പന്നമായിട്ട് മാറുകയാണ് ആ സാധനം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ചെറിയ എക്സാമ്പിൾ. ഇത് ഇപ്പൊ അതൊരു കമ്മോഡിറ്റിയാണ്. ആ കമ്മോഡിറ്റിയെ നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അതൊരു റെപ്രസെന്റേഷൻ ആയിട്ട് മാറും. നമ്മളിനി ഇപ്പൊ എവിടെ നോക്കിയിരുന്നാലും ഇത്തരം ഇമേജുകളുടെ ഒരു സെലിബ്രേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡിബോർഡിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനും തമ്മിലുള്ള ഒരു സംവാദത്തിന്റെ, ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസിന്റെ ഇടയിലേക്കാണ് ഈ ഇമേജ് വരുന്നത്. അപ്പോൾ ആ ഇമേജിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സൊസൈറ്റി, അവിടെ ആ സൊസൈറ്റിയിൽ നഷ്ടപ്പെടുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് അത് ക്യാപിറ്റലിസത്തിന്റെ വളരെ വലിയ ഒരു വിജയമാണ്. ടെക്നോളജിയും ഈ ഇമേജ് മേക്കിങ്ങും, ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് മേക്കിങ്ങും എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ. അപ്പോൾ അതാണ് ഒരു കാര്യം. അപ്പോൾ ആ സൊസൈറ്റിയിൽ സംഭവിക്കുന്നത് വളരെ ഡെഡാവും ആ സൊസൈറ്റി എന്നുള്ളതാണ് ഡെബോർഡ് പറയുന്നത്. കാരണം നിങ്ങൾ സൈലന്റ് ആക്കാൻ വേണ്ടി മൊബൈൽ ഫോണിന്റെ ഉപയോഗം നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ നമ്മൾ ഒരു ട്രെയിനിൽ കയറുക, ഞാൻ ഇന്നലെ എനിക്ക് അന്ന് ലണ്ടൻ അണ്ടർഗ്രൗണ്ടിൽ വരെ പണ്ട് ലണ്ടൻ അണ്ടർഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാം. എന്തെങ്കിലും തരത്തിലുള്ള ഇന്ററാക്ഷൻ, ഭയങ്കര സൈലൻസ്. നമ്മളിപ്പോൾ എവിടെ പോയിരുന്ന ഒരു സൈലൻസ് ആണ്. കാര്യം എന്താണെന്ന് പറയുമ്പോൾ, വ്യക്തികൾ അവരുടേതായിട്ടുള്ള ഇമേജ് മേക്കിങ്ങിന്റെ പ്രോസസ്സിലാണ്. അപ്പൊ വ്യക്തികൾ നിശബ്ദരായിട്ടില്ല, സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ വളരെ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൽ വന്നിരിക്കുന്ന കാര്യം, സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ടെക്സ്റ്റ് ചെയ്യുന്നു. സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ടെക്സ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തില് സംവാദങ്ങൾ കുറയും. അപ്പൊ സംവാദം കുറയുമ്പോൾ എന്താണ് ഉണ്ടാവുക? സംവാദം പറയുമ്പോഴത്തേക്ക് അത് ഒരു മരണതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസത്തിന് നമ്മൾ ഒരിക്കലും ഫേസ്ബുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാല് കൂടുതൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ക്രിറ്റിസിസം നമ്മൾ ചെയ്യുന്നില്ല. വി ലൈക്ക് എവറിത്തിങ് അല്ലേ? ഇനി ഞാനൊരു ലാംഗ്വേജിന്റെ ഇത് നോക്കൂ, ആ ലാംഗ്വേജിൽ ഒരിക്കലും തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇമോജികളില്ല. ഒന്നുകിലും നമ്മുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഇമോജികളാണ്, ഇല്ലെങ്കിൽ അപ്രീസിയേഷന്റെ ഇമോജികൾ മാത്രം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പൊ അതിന്റെ ഒരു സമറി സംവാദം ഇല്ലാതാണ്. കാരണം എന്താ പറഞ്ഞാൽ ഈ എൻഗേജ് അവസ്ഥ നമ്മളെ എൻഗേജ് ചെയ്യുകയും നമ്മുടെ തന്നെ സ്വത്വത്തിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് ഈ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും നല്ലൊരു സെൽഫി, ആ സെൽഫി നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നു, എവരിബഡി ലൈക്സ്. ഇതൊരു ആഘോഷമാണ്. അപ്പോൾ ഡെബോർഡ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സംവാദം നടക്കാത്ത സൊസൈറ്റി മരിച്ച സൊസൈറ്റി, അവിടെ മരണം സംഭവിച്ചില്ല, സംവാദങ്ങളുണ്ടാകും. നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ, കേരളത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. പണ്ടുണ്ടായിരുന്ന തരത്തിലുള്ള സംവാദങ്ങളുടെ സ്ഥലങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ ഇലക്ട്രോണിക്കിലേക്ക് മാറിയിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള അപ്പോൾ അതാണ് ഇപ്പോൾ ഈ സാഹിത്യത്തെ പറ്റിയായിരുന്നാലും കലയെ പറ്റിയായിരുന്നാലും എല്ലാ കാലത്തും അതിൻ്റെ വളരെ ഗൗരവമായിട്ടുള്ള ചില ചർച്ചകളുണ്ടാവാറ്. ആ ചർച്ചകളിലാണ് ആ ഒരു കലയുടെ ആ ഒരു ഇത് നിൽക്കുന്നത്, ആ ഒരു വൈബ്രൻസി മുഴുവൻ വരുന്നത് അതാണ്. ഇപ്പോൾ ചിത്രകലയിലായിരുന്നാലും നാടകത്തിലായിരുന്നാലും ശില്പകലയിലായിരുന്നാലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംവാദം ആ കാലത്തിനുണ്ടാവാം. അപ്പൊ നമ്മളുടെ ഈ ഒരു സമൂഹം എന്ന് പറയുന്നത് സംവാദത്തിനേക്കാളും ആഘോഷങ്ങളുടെ സമൂഹം അല്ലേ? എന്തുമാത്രം ലിറ്റററി ഫെസ്റ്റിവൽസ് ആണ് ഇപ്പോൾ ഇത് കേരളത്തിൽ.
ഇനി ലിറ്റററി ഫെസ്റ്റിവൽസും ഫിലിം ഫെസ്റ്റിവൽസും തിയേറ്റർ ഫെസ്റ്റിവൽസും സ്പ്രെഡ് അക്രോസ് ഒരു ഇയറിൽ നമ്മൾ സ്പ്രെഡ് അക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളിക്ക് സമയമില്ല. കാരണം ഇതിലൊക്കെ നിങ്ങൾ സജീവമായി പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നിനും സമയമുണ്ടാവില്ല. നിങ്ങൾക്ക് എഴുതാൻ സമയം ഉണ്ടാവില്ല, ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ട് ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ടെക്നോളജി നമുക്ക് ഒരുപാട് ഗുണം തരുന്നുണ്ട്. പക്ഷെ അതില്ലാതിരുന്ന കാലത്തും ഇതിനേക്കാളും വലിയ ക്ലാസിക്കുകൾ ഉണ്ടായിരുന്ന കാലങ്ങളുണ്ട്. ആർട്ട് എല്ലാ മേഖലയിലും വലിയ ക്ലാസിക്കുകൾ ഉണ്ടായിരുന്നത് ഈ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്താണ്. ഞാൻ ഈ ടെക്നോളജി മോശമായിട്ട് പറയുന്നതല്ല, പക്ഷേ ടെക്നോളജി മോശമായിട്ട് വിശ്വസിക്കുന്ന ഒരാളും കൂടിയല്ല. പക്ഷെ ഞാൻ ടെക്നോളജി ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന പല പെർഫോമൻസും ഒക്കെ അതിനകത്ത് നിന്നുള്ളത്. ഇപ്പം നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതുള്ളത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് എന്നുള്ളത്. പക്ഷെ ഇത് ആ ഡിസ്കഷൻ അവിടെ നിൽക്കട്ടെ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ഇമേജ് എന്ന് പറയുന്നത് റെക്കോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇമേജ് വളരെ കെയർഫുള്ളായി ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അത് നിങ്ങളുടെ ഒരു ഉൽപ്പന്നമാക്കി, നിങ്ങളെ ഒരു കമോഡിറ്റി ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇമേജ് പ്രോസസ്. റെപ്രസെൻറ്റേഷനാണ്. നിങ്ങളെടുത്ത ഈ സെൽഫി എന്ന് പറയുന്നത് അത് സംസാരിക്കുന്നില്ല, അതൊരു ഇമേജ് മാത്രം, ഒരു 2 ഡയമെൻഷണൽ ഇമേജ്, അതൊരു ഇലക്ട്രോണിക് ഇമേജ് മാത്രം, നിങ്ങളല്ല. പക്ഷെ അത് ആണ് ആ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ആസ്പെക്ട് എന്ന് പറയുന്നത്. ബോദ്ലിയാർ എന്ന് പറയുന്ന റാങ്ക് ബോദ്ലിയാർ, അത് ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ്. അദ്ദേഹം ഈ ഇമേജിനെ പറ്റി വളരെ രസകരമായിട്ടുള്ള ഒരു നിരീക്ഷണം. അത് പറയുന്നത് ഒരു സാധാരണ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഇമേജ് ഒരു വസ്തുവിൻ്റെ യാഥാർത്ഥ്യത്തിനെ നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എടുത്ത സെൽഫി ഒരു ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് നിങ്ങളുടെ ഒരു ട്രൂ റെപ്രസെൻറ്റേഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ബോദ്ലിയാർ പറയുന്നത് അത് തെറ്റാണ്. കാരണം അത് അതിൻ്റേതായിട്ടുള്ളൊരു റിയാലിറ്റി ഉണ്ടാക്കുകയാണ്. നിങ്ങളെന്ന് പറയുന്ന റിയാലിറ്റിയായിട്ട് അതിൽ വന്നിട്ടുള്ളത് മനസ്സിലായി? അതായത് ഇപ്പം നിങ്ങൾ ആലോചിച്ചു, നിങ്ങളുടെ ഇമേജുകളുടെ ഒരു ലോകത്താണ് നമ്മൾ ചെയ്യുന്നത്. പരസ്യങ്ങൾ വരുന്ന ഇമേജസ് ഉണ്ട്, സെലിബ്രിറ്റീസിൻ്റെ ഇമേജസ് ഉണ്ട്, പിന്നെ സാഹിത്യോത്സവങ്ങൾ, നാടകോത്സവം, ഇങ്ങനെയുള്ള ഒരു 100,000 ഇമേജുകളുടെ ഇടയിലാണ് ഈ ഇമേജുകൾ ഉണ്ടാക്കുന്ന ഒരു ജീവിതമാണ് നിങ്ങളുടെ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഈ ഇമേജുകൾ നമ്മൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര പ്രാവശ്യം ഈ ഫോണിൽ ഇത് ചെയ്യുന്നുണ്ട്? ഫോട്ടോ എടുക്കുക, അയക്കുക, ഷെയർ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അതങ്ങോട്ട് ഷെയർ ചെയ്യുക. ഈ പ്രോസസ്സ് മുഴുവൻ തന്നെ അതിൻ്റേതായ ഒരു യാഥാർത്ഥ്യം, അതായത് നിങ്ങളുടെ ഒരു യാഥാർത്ഥ്യം അല്ല നിങ്ങളവിടെ. നിങ്ങളെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ ഇമേജുകൾ രൂപപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. ആ യാഥാർത്ഥ്യം നിങ്ങളോട് സംസാരിക്കും. ആ യാഥാർത്ഥ്യം, ആ ഇമേജുകളുടെ യാഥാർത്ഥ്യം, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇമേജുകളുടെ യാഥാർത്ഥ്യം, അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാണ്. അല്ലാതെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിനെ ഏറ്റെടുക്കുന്നില്ല ഒരിക്കലും. ഇത് വളരെ ഈ രണ്ട് നിരീക്ഷണങ്ങൾ ഇമേജുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യം. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ നാടകവേദിയിൽ വന്ന വലിയൊരു മാറ്റം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ടെക്സ്റ്റിൽ നിന്നും, അതായത് കൃതിയിൽ നിന്നും ഇമേജിലേക്കുള്ളൊരു മാറ്റം. ഇമേജുകൾ വളരെ ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിച്ചുള്ളൂ നാടകവേദി. ഇത് ഡെബോർഡിന്റെ ആ ആശയം നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഇമേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിച്ഛേദിക്കുന്നു എന്ന് ഡെബോർഡ് പറഞ്ഞൊരു കാര്യമാണ്. കാരണം സംവാദങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സമൂഹം, യാഥാർത്ഥ്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സമൂഹം, ഇതിനെല്ലാം കാരണം എന്താണ്? മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് ഒരു ലൈവ്നെസ് ഉണ്ട്. ആ ലൈവ്നെസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇമേജുകളിലൂടെയും ടെക്സ്റ്റുകളിലൂടെയും സംസാരിക്കും.
എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേ കാര്യം തന്നെയാണ് ഇവിടെ നാടകവേദിയിലും പറഞ്ഞത്. കാരണം ഈ ഗ്രീക്ക് നാടകവേദിയിലും ഷേക്സ്പിയർ നാടകവേദിയിലും ഈ ആധുനികതയുടെ ആദ്യകാലങ്ങളിലും ഉണ്ടായിരുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഒരു സംവാദത്തിന്റെ തലമുണ്ടായിരുന്നു. മനുഷ്യൻ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസിന്റെ ഒരു എലിമെന്റ് ഉണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ എടുത്ത സെൽഫി നിങ്ങളുടെ മുമ്പിൽ ഒരു മറ സൃഷ്ടിച്ച് നിൽക്കുന്നത്, നിങ്ങളെ മറച്ച് പിടിച്ച് നിൽക്കുന്ന ഇമേജ്, അതുപോലെ തന്നെയാണ് നാടകവേദിയിൽ സംഭവിച്ചത്. ഇമേജുകൾ കൂടുതൽ വന്നപ്പോഴും സംഭവിച്ചു ഈ ഡയറക്റ്റ് ഹ്യൂമൻ ലൈവ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവം നഷ്ടപ്പെട്ടു. ആ ലൈവ്നെസ് പോയിട്ട് നമ്മൾ ഇമേജ് മേക്കിങ്ങിന്റെ ഒരു പ്രോസസ്സിലേക്ക് വന്നു. ഇനി 20ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഉണ്ടായത് ഒരു തിരിച്ചുപോക്ക്, ഇമേജുകളിൽ നിന്ന് മനുഷ്യനിലേക്ക് തിരിച്ചു നാടകവേദി. ഇപ്പൊ ഗ്രോട്ടോസ്കിയുടെ തിയേറ്റർ, ഗ്രോട്ടോസ്കിയുടെ നാടകം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിന്റെ ഒരു സെലിബ്രേഷൻ. ശരീരം മാത്രമേ ഉള്ളൂ, അവിടെ സെറ്റില്ല, മ്യൂസിക് ഇല്ല, ലൈറ്റിംഗ് ഇല്ല, അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ആക്ടറുടെ മാത്രം ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് അത് വരുന്നത്. കോൺസ്റ്റന്റ് പ്രിൻസ് എന്നൊക്കെ പറഞ്ഞ നാടകം, ആ കോൺസ്റ്റന്റ് പ്രിൻസൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവിടെ നടന്മാർ മാത്രമേ, ആ ശരീരം മാത്രമേ, ആ ശരീരത്തിന്റെ ആ എക്സ്പ്രഷന്റെ സാധ്യതകൾ മുഴുവൻ നമ്മൾ അന്വേഷിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സാധനം, ഈ ഒരു പിനബോഷ് എന്ന് പറയുന്ന ഒരു പിനബോഷ് കേട്ടിട്ടുണ്ടോ? പിനബോഷ് എന്ന് പറയുന്ന ഒരു കൊറിയോഗ്രാഫറാണ്. ആ കൊറിയോഗ്രാഫറിന്റെ ഈ ഒരു സാധനം ഒന്ന് കണ്ടു. It's very powerful, right? And the reflective action ചെയ്യുന്നു അല്ലേ? ഒരാളിന് സഹായം എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, കുറെ ഫ്രീസിനെ ഒരു ജാറിൽ അപ്പൊ അത് ഈ ജാറിനകത്തും കാണും, പക്ഷെ അടത്തോളം പോകാൻ പറ്റില്ല. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് ഈ ജാറിന്റെ അടപ്പ് തുറന്നാൽ പോലും ആ ജാറിന്റെ ഹൈറ്റിന് ഉള്ളിൽ പൊങ്ങാൻ അതിന് ചാടാൻ പറ്റത്തില്ല. പിന്നെ വേറെന്താ, അതൊരു നല്ലൊരു പോയിന്റ് ആണ്. അതിലേക്ക് നമുക്ക് വരാം. ഇതെന്താ ഒഡീസി? ഇവിടെ എന്താ നിങ്ങൾ കണ്ടത്? ഇതൊരു നാടകമാണ്, ഇതൊരു പെർഫോമൻസ് ആണ്. ഇതിനെ പെർഫോമൻസ് എന്നാ പറയുക. കണ്ടംപററി പെർഫോമൻസിൽ വരുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള പീനാഘോഷിന്റെ ഒരുപാട് പെർഫോമൻസുകളുണ്ട് ഇതുപോലത്തെ. അത് ഒന്നാണ്. ഇതെന്താ നമ്മൾ കാണുന്നത്? ഇതൊരു ഇമേജാണ്. ഈ ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഒരു പെയിന്റർ ഉണ്ടാക്കുന്ന ഒരു ഇമേജ് പോലെ, അല്ലെങ്കിൽ സ്കൾപ്റ്റർ ഉണ്ടാക്കുന്ന ഒരു ഇമേജിനേക്കാൾ കുറച്ച് വ്യത്യാസമുണ്ട്. എന്താണ് അത്? നാടകമായതുകൊണ്ട് വന്നതാണ്. ഹ്യൂമൻ ഇന്ററാക്ഷൻ അല്ലേ? ഹ്യൂമൻ ഇന്ററാക്ഷനും കൂടെ ചേർന്നിട്ടാണ് ഈ ഇമേജ് ഉണ്ടാക്കി. ഇതൊരു ഇമേജാണ്. ഇതൊരു വളരെ മൂവിങ് ആയിട്ടുള്ള ഒരു ഇമേജാണ്, ലൈവ് ഇമേജാണ്. ഈ ലൈവ് ഇമേജിനെയാണ് നമ്മൾ പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ എന്ത് തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യണം, എന്ത് തരത്തിൽ വ്യാഖ്യാനിക്കണം എന്നുള്ളത് വളരെ ഡ്യൂബിയസ് ആണ്.
അത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ ഇവിടെ ഹ്യൂമൻ ബോഡി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു 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 ഇമേജ് മേക്കിങ്ങിന്റെ പ്രോസസ്സാണ് നമ്മൾ കണ്ടത്. ഒരു ഇമേജ് മേക്കിംഗ് ആണ് കണ്ടത്. ഇത് എന്തിനെയോ റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ അതിനകത്ത് വന്നിട്ടുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞൊരു സാധനമാണ്. കാരണം എന്താണെന്ന് പറയുമ്പോൾ ഒരാള് വന്നിട്ടാണ് ഇത് മുഴുവൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആള് പോയി, പക്ഷെ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഫൂക്കോയുടെ പെനോപ്റ്റിക്കോൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, പെനോപ്റ്റിക്കോണിന്റെ അതേ കോൺസെപ്റ്റാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. പെനോപ്റ്റിക്കോൺ എന്താണ്? ഒരു ജയിലാണ്. ഈ സർക്കുലർ ആയിട്ടുള്ള ഒരു ജയിലാണ്. അതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു ടവറുണ്ട്. ടവറിന്റെ ഏറ്റവും മുകളിൽ ജയിലർ ഇരിക്കും. അപ്പൊ ഒരു പ്രിസണർ വന്നു കഴിഞ്ഞാൽ പ്രിസണറോട് പറഞ്ഞ് അതിന്റെ മുകളിൽ ആ ജയിലർക്ക് അവിടെ ഇരുന്നിട്ട് എല്ലാ പ്രിസണറും കാണാൻ പറ്റും. ആ ജയിലറിന്റെ മുറിയിൽ ഒരു സർക്കിൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ ജയിൽ മുഴുവൻ കാണാൻ പറ്റും. ആ ജയിൽ മുഴുവൻ ഈ ഓപ്പൺ ടു ദി ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ പിന്നെ ഫേസ് ടു ഫേസ് ആയിട്ടാണ്. അപ്പൊ ഇത് പറഞ്ഞിട്ടാണ് പിന്നെ ഒരു പ്രിസണറെ ആ ജയിലിനകത്ത് സെല്ലിനകത്ത് ആക്കുമ്പോൾ പറയും അതിന്റെ മുകളിൽ ഒരു ജയിലറുണ്ട്, അയാൾക്ക് അവിടെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നീ ഇവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ കൂട്ടിയിടുകയാണ്. അതെന്തായിരിക്കും ചെയ്യുന്നുണ്ടാവും? ഏറ്റവും നന്നായിട്ട് ബിഹേവ് ചെയ്യും, കാരണം സംബഡി ഈസ് വാച്ചിങ് അല്ലേ. പക്ഷെ അവിടെ ഒരു ജയിലറില്ല. അതൊരു വെറും ഫാൾസ് ഒരു ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. ഈ പെനോപ്റ്റിക്കോൺ എന്ന് പറഞ്ഞ ജയില് 18ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജയിലേഴ്സിന് ഈ പ്രിസണേഴ്സിനെ അത്രയും മാനേജ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ കൂടുതൽ പ്രിസണേഴ്സ് വന്നു. അപ്പോഴും ഉണ്ടാക്കിയൊരു ഒരു ഐഡിയ ആണ് ഈ ഇങ്ങനൊരു ജയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം മാനേജ് ചെയ്യാൻ. ഈ സർവൈലൻസ് ക്യാമറയുടെ ബേസിക് ഇത് കോൺസെപ്റ്റ് കൂടുന്നതാണ് ഉണ്ടായത്. അപ്പൊ ക്യാമറ വെച്ച് നമ്മൾ നല്ലോണം ബിഹേവ് ചെയ്യില്ല, സംബഡി ഈസ് വാച്ചിങ് എന്നുള്ളത്. അപ്പോൾ ഇത് അതുപോലെ തന്നെയാണ് ഈ പെർഫോമൻസിൽ, പീനാഭൂഷൺ ഈ പെർഫോമൻസിൽ കാണുന്ന ഒരു സാധനം. ഒരു കാലത്ത് നമ്മൾ ഒരു സർട്ടൺ എക്സ്റ്റെന്റ് നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെയ്തോളൂ. വി വിൽ ബിക്കം ദി ജയിലർ ഓഫ് അവസരം. നമ്മൾ അത് അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ ഇത് ഫൂക്കോ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫൂക്കോയെ സംബന്ധിച്ചിടത്തോളം ഫൂക്കോയുടെ മേജർ എൻക്വയറി ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നു. ഈ സെൽഫിനെ എങ്ങനെയാണ് ബാക്കിയുള്ള സാധനങ്ങൾ സെൽഫിനെ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയെ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അയാളുടെ മാഡ്നസിനെ പറ്റി നോക്കിയതും മെഡിക്കൽ പ്രാക്ടീസിനെ പറ്റി നോക്കിയതും എല്ലാം തന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശരീരത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് അതിന്റെ നോളജ് എന്താണെന്നുള്ളത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ്, ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ സ്ത്രീകൾക്ക് പിന്നെ ചർച്ചിൽ പോകാൻ പറ്റുമായിരുന്നില്ല, പബ്ലിക് ആയിട്ടുള്ള വർഷിപ്പ് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുമായിരുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു അനാലിസിസ് ഫൂക്കോ ചെയ്തിട്ടുണ്ട്. വളരെ ബ്രില്യൻ്റ്. അപ്പോൾ പുള്ളി പറയുന്നത് അത് ഒരു നോളജ് കൊണ്ടാണ് അത് സംഭവിക്കുക. അപ്പൊ അതിന്റെ റീസൺ കണ്ടുപിടിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലേക്കാണ് എത്തിച്ചേരുന്നത്. സ്ത്രീ ശരീരം പാപമാണെന്നുള്ള, പാപം ചെയ്ത സ്ത്രീയാണല്ലോ ബൈബിളിൽ. ജെനിസിസിന്റെ കഥയിൽ അങ്ങനെയാണ്. ആഡംസിന് ആപ്പിൾ പറിച്ചു കൊടുക്കുന്നത് പിന്നെ അവയാണ്. അപ്പോ അതൊക്കെ സിന്നാണ്. അപ്പോൾ ഫീമെയിൽ ബോഡി ഈസ് സിൻ. അപ്പോൾ അതാണ് അതിന്റെ എപ്പിസ്റ്റീം എന്നുള്ളത്. ഫൂക്കോ എപ്പോഴും പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ മുകളിൽ നമ്മൾ കാണുന്ന ചരിത്രത്തിൽ സംഭവിച്ച ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പബ്ലിക് സ്പേസിൽ പോകാൻ പാടില്ല എന്ന്. അങ്ങനെ ഒരു സാധനത്തിനെ സാധ്യമാക്കുന്ന ഒരു ജ്ഞാനം, ഒരു നോളജ് അതിന്റെ അടിയിൽ. ആ നോളജാണ് ബൈബിളിൽ കിടക്കുന്ന ഈ പാപത്തിന്, സ്ത്രീ ശരീരവും പാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ബോധം, ആ ഒരു അറിവ്. ഈ അറിവ് ഒരു സമൂഹം മുഴുവൻ സർക്കുലേറ്റ് ചെയ്യുന്ന സാധനം. അങ്ങനെ ആ സമൂഹം മുഴുവൻ സർക്കുലേറ്റ് ചെയ്തത് സ്ത്രീയുടെ ശരീരം സിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജ്ഞാനം അവിടെ അങ്ങനെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് സ്ത്രീ ശരീരത്തിനെ മൂടാനും മറയ്ക്കാനും പൊതുസ്ഥലങ്ങളിൽ നിന്ന് നിരോധിക്കപ്പെടാനും എന്നുള്ള ഒരു ആക്ടിലേക്ക്. ഫോക്കസ് സംബന്ധിച്ചുള്ള ഹിസ്റ്ററി എല്ലാം ആക്ട്, ആ ആക്ടിന്റെ സബ്ടെക്സ്റ്റ് ആണ് ഇത്തരം നോളജ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് അതേ ഒരു സാധനമാണ്. ഇപ്പൊ ബോഡിയെ എങ്ങനെയാണ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നിയന്ത്രിക്കുകയും
ഇപ്പോൾ സ്ത്രീ ശരീരം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫെമിനിൻ ബോഡി എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു ശരീരം ഇതാണ്. അപ്പോൾ പക്ഷെ നമ്മൾ ആ കൺസ്ട്രക്റ്റിനെ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യും. അതുപോലെ തന്നെ മെയിൽ ബോഡി എന്ത് മാഡ്നസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ബോഡി എന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള അറിവ്, ഒരു അധികാരം നമ്മുടെ ശരീരത്തിൽ സ്ഥാപിക്കുകയും അത് നമ്മൾ അറിയാതെ തന്നെ ആ അധികാരത്തിന് നമ്മൾ സ്വാംശീകരിക്കുകയും അതിനെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇതാണ് ഈ പെർഫോമൻസിന്റെ ഇതിൽ കാണുന്നത്. ഇതിൽ കവിത എങ്ങനെയാണ് ഇതിലേക്ക് പോകുന്നത്? ഇത് ഞാൻ എൻ്റെ സ്റ്റുഡിയോയില് ഞാൻ ഈ പെർഫോമൻസ് ആർട്ടിന്റെ ഒരു സ്റ്റുഡിയോ, ഒരു സ്റ്റുഡൻ്റാണ്. അയാളുടെ ഒരു സ്റ്റുഡിയോ വർക്കാണ്. അപ്പൊ ഇത് ഷെയർഡ് എക്സ്പീരിയൻസ്. ഇതില് എന്താ സംഭവിക്കുന്നത്, പെയിന്റിംഗ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പെയിന്റ് ചെയ്യുക, ബോഡിയിലാണ് പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു പെർഫോമൻസ് ആണ്. ഈ പെർഫോമൻസ് എങ്ങനെയെന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോയിലെ ആൾക്കാർ നാടകം കാണാൻ വരികയാണ്. അപ്പൊ തറയിലൊക്കെ ഇങ്ങനെ കുറെ വ്യത്യസ്തമായിട്ടുള്ള കളറുള്ള പിന്നെ പെയിന്റുകൾ വെച്ചിട്ടുണ്ടാവും, ബ്രഷ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു സ്റ്റോറിയാണ് ഇയാൾ പറയുന്നത്. അപ്പൊ ഓഡിയൻസ് എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഈ സ്റ്റോറി പറയുന്നതിന്റെ ഇടയിൽ തന്നെ ഈ ഓഡിയൻസിന് ഈ അവർ കേൾക്കുന്ന കഥ അവർക്ക് പെയിന്റ് ചെയ്യാം. അയാളുടെ ശരീരത്തിൽ ഏത് നിറമാണ് ഉപയോഗിക്കുക, ഏതെങ്കിലും ഒരു നിറം ഉപയോഗിച്ചിട്ട് ആ നിറം എടുത്തിട്ട് അയാളുടെ ശരീരത്തിൽ പെയിന്റ് ചെയ്യാം. അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഓഡിയൻസ് വന്നിട്ട് അവിടെ കസേരയിട്ട് ഇരുന്നിട്ട് നാടകം കാണുന്ന അങ്ങനെ ഇരുന്നില്ല. അവരിങ്ങനെ സ്റ്റുഡിയോയിലേക്ക് കയറി വരുന്നു. അപ്പൊ ഇയാള് സ്റ്റോറി ടെല്ലറാണ്. ഈ സ്റ്റോറി ടെല്ലർ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അയാൾ കഥ പറയും. അയാളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് ഈ ഓഡിയൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പെയിന്റ് എടുത്തിട്ട് ഇയാളുടെ ശരീരത്തിൽ തന്നെ പെയിന്റ് ചെയ്യുക. നാടകം അവസാനിക്കുമ്പോഴത്തേക്ക് ഇയാളുടെ ശരീരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളും ഒരു പെയിന്റിന്റെ ഒരു ഇത് ഇങ്ങനെയൊരു പെർഫോമൻസ് ആണ്. ഈ പെർഫോമൻസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു കാര്യം, ഇതൊരു ഇമേജ് മേക്കിങ്ങിന്റെ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ആ ഇമേജ് മേക്കിങ്ങിന്റെ ആ പ്രോസസ്സ് നടക്കുമ്പോൾ അതിനകത്ത് സംഭവിക്കുന്നത് ഒരു ഷെയർഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഓഡിയൻസും കൂടെ ചേർന്നിട്ടാണ് ഈ പെർഫോമൻസിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓഡിയൻസിനെ മാറി നിന്നിട്ടുള്ള ഇതാണ് പുതിയ ഒരു തരത്തിലുള്ള പെർഫോമൻസ് മേക്കിങ്ങിന്റെ ഒരു പ്രോസസ്സിൽ ഇങ്ങനെയാണ് പല തരത്തിലുള്ള എക്സ്പെരിമെന്റ് നടക്കുന്നത്. അപ്പം അതിൽ ഒരു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഡെബോർഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമേജസ് ആർ നോട്ട് ജസ്റ്റ് പിക്ചേഴ്സ് ഓർ മീഡിയ കണ്ടന്റ്. ദേ ആർ ദ ഡോമിനന്റ് വേ റിയാലിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെടുത്ത ആ ഇമേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ തന്നെ ഇമേജ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുകയും നിങ്ങളുടെ ഒരു സെൽഫിനെ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ എന്താ, അപ്പം ഇത് കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇപ്പൊ എനിക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നാറുണ്ട് ഞാൻ ആരാണെന്നുള്ളത്. കാരണം നമ്മൾ ജീവിക്കുന്ന കാലത്തിലെ ഒരു ഭയങ്കര മാസീവായിട്ടുള്ള ഒരു ഇമേജിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ കാണുന്ന ഇപ്പൊ നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നൊരു ജീവിതമുണ്ടല്ലോ, ഇതിന് പാരലലായിട്ടുള്ള ഒരു സൈബർ വേൾഡ് ഉണ്ട്. എത്ര സജീവമായിട്ടുള്ള ഒരു സൈബർ വേൾഡിലാണെന്ന് അറിയാമോ? അതിന്റെ ഇങ്ങനെ അദൃശ്യമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം അത് നിങ്ങൾ ആക്സസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വേറൊരു ജീവിതമാണ്. ഇപ്പൊ ഇനി കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ലോകത്ത് മുഴുവൻ ഒരു ശാന്തത വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഡീപ്പായിട്ടുള്ള ഒരു സൈലൻസ് ഉണ്ട് ലോകത്ത്. ആ സൈലൻസില് ആ നിശബ്ദതയിൽ മനുഷ്യന് ഭാഷ നഷ്ടം. കാരണം മനുഷ്യൻ സംസാരിക്കാതാകുന്ന ഒരു നിശബ്ദത ഉണ്ടാവുന്ന എനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രത്തോളം ഇപ്പോഴും പബ്ലിക് സ്പേസ് എന്ന് പറയുന്ന ശബ്ദമുഖരിതമല്ല, ശബ്ദങ്ങളില്ലാത്ത പൊതുസ്ഥലങ്ങളാണ്. പണ്ട് പൊതുസ്ഥലങ്ങളിൽ ശബ്ദം ഉണ്ടായിരുന്നു. ശബ്ദത്തിലൂടെയാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ശബ്ദത്തിലൂടെയാണ് നമ്മൾ പരസ്പരം അറിഞ്ഞുകൊണ്ടിരുന്നത്. ആ ശബ്ദം നമ്മുടെ പ്രതിഷേധങ്ങളായിട്ടും ആ ശബ്ദം നമ്മളുടെ പലതരത്തിലും വന്നിട്ടുള്ള ഒരു ഹ്യൂമൻ ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പം നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു സൈബർ വേൾഡിലാണ്. എനിക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ?
കാരണം ഞാൻ ആ ഗ്രൂപ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അറിയാത്തത്. സോ യു ആർ ഗ്രൂപ്പ് ഇൻ എ ഡിഫറെന്റ് വേ. എന്തൊരു സ്ട്രാറ്റജിയാണെന്ന് അറിയാം. ഇതിന്റെ ഒരു ക്യാപിറ്റലിസത്തിന്റെ ഈ ഒരു സ്ട്രാറ്റജിയുടെ ഈ ഒരു ദുരന്തം നമ്മൾ കണ്ടു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പൊ തന്നെ ചില സൂചനകൾ നമുക്ക് വരുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ നെറ്റ്വർക്ക് പോവുകയോ അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ വേറെ തരത്തിൽ കൺട്രോൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിയാലിറ്റി എന്ന് വിചാരിക്കുന്ന എല്ലാ റിയാലിറ്റിയിലും നിങ്ങൾ ഔട്ടാണ്. എന്നുവെച്ചാൽ നിങ്ങളെ ഇനാക്റ്റീവ് ആക്കാൻ പറ്റും. കാരണം ഈ ഫോണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ഇതുണ്ട്, ആ കണക്ടിവിറ്റി ഉണ്ട്. അതിലിപ്പം വളരെ ആക്റ്റീവായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ആ നെറ്റ്വർക്ക് ഇല്ലാതാവുകയും അതോടുകൂടി നിങ്ങൾ എൻഗേജ് ചെയ്യുന്ന ഒരു ലോകം ഇല്ലാതാവുകയും ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങളെ വേറൊരു തരത്തിലും അത് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് ഇപ്പൊ നമ്മൾ പ്രതിഷേധങ്ങളെല്ലാം ചെയ്യുന്നത് ഫേസ്ബുക്കിലാണ്. അതിന്റെ സാധ്യതയും ഇല്ലാതാക്കാം. ഞാനൊക്കെ പഠിക്കുന്ന സ്ഥലത്ത്, യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാനൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് റോഡിൽ ഇറങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിഷേധം. പക്ഷെ ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലാണ് പ്രതിഷേധം ചെയ്യുന്നത്. എത്ര ദിവസം നിൽക്കും ആ പ്രതിഷേധം? ഫ്യൂ അവേഴ്സ്, അല്ലെങ്കിൽ 3 ദിവസം അല്ലേ? അപ്പൊ പിന്നെ അകത്തേക്ക് അനന്തര പ്രതിഷേധം ഇത് സെയിം ഫേസ്ബുക്ക്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഒരു വലിയ മാസീവായിട്ടുള്ള ഒരു ലോകത്തിനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതൊരു ഇല്യൂസറി വേൾഡാണ്. ആ ഇല്യൂസറി വേൾഡിലാണ് നിങ്ങൾ ഒരു വ്യക്തിയായിരിക്കുന്നത്. ആ ഇല്യൂസറി വേൾഡിനെ 1 ഇഞ്ച് പോലും നിങ്ങൾ അനക്കണം. കാര്യം എന്താ? അത് എക്സിസ്റ്റ് ചെയ്യുന്നു. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇതിലുണ്ടോ സെൽഫി എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു അതുപോലെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ. അതിൽ നിങ്ങൾ എന്ന് പറയുന്ന യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത്. നിങ്ങളെന്ന് പറയുന്ന റിയാലിറ്റി നിങ്ങളുടെ സെൽഫി എത്രത്തോളം ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിനെ മാറ്റാൻ പറ്റാത്തത്. പക്ഷെ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നു 2 പോസ്റ്റ് നമ്മൾ അതിനകത്ത് ഷാർപ്പായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമ്മളൊരു വലിയൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾ ഐസൊലേറ്റഡ് ആയിട്ട് ആണ് നിങ്ങളിത് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ സ്റ്റാർക്ക് റിയാലിറ്റി. അപ്പൊ ഇത്തരം യാഥാർത്ഥ്യങ്ങളുടെ ഒരു തലത്തിൽ നിന്നിട്ട് വേണം നമ്മൾ ഇത് കണ്ടത്. അപ്പോൾ ഇത് സ്പെക്ടക്കിൾ ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻഡ് റീഡ്. ഒരു കീ ഐഡിയസ് എന്താണ്? അപ്പോ ഈ സ്പെക്ടക്കിൾ ഈസ് നോട്ട് എ കളക്ഷൻ ഓഫ് ഇമേജസ്. ഈ ഇമേജസിന്റെ കുറെ കളക്ഷൻ അല്ല ഈ സ്പെക്ടക്കിൾ എന്ന് പറയുന്നത്. ഈ സ്പെക്ടക്കിൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിലേഷൻ. ഈ നേരത്തെ നമ്മൾ കണ്ട ആ നാടകത്തിൽ നോക്കൂ, 3 ആൾക്കാരാണുള്ളത്. ആ 3 ആൾക്കാർ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതൊരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമേജ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിയാക്ഷനാണ്, ഒരു സോഷ്യൽ എൻറ്റിറ്റിയാണ്, സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഈ ഇമേജുകളുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കുറച്ചൊരു അതിന്റെ മുകളിൽ അല്ല ഇമേജ് മേക്കിങ്ങിന്റെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നമുക്ക് വളരെ ബ്രീഫായിട്ട് ഒന്ന് പോവാം. പക്ഷെ നിങ്ങൾ അത് കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്യണം. അതിനകത്ത് കുറച്ചുകൂടെ നിങ്ങൾ റിസർച്ച് ചെയ്യുകയും നിങ്ങൾ അതിനകത്ത് കുറച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യണം. ഇതിനൊരു 10 പ്രിൻസിപ്പിളാണ് ഇമേജ് മേക്കിങ്ങിന്റെ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് പറയുക. എല്ലായിടത്തും നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. ഇമേജസ് ആർ എംബോഡി, നോട്ട് ഓൺലി വിഷ്വൽ. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. ഒരു ഇമേജ് എന്ന് പറയുന്നത് നാടകത്തിലാണ് ഇത് കുറച്ച് കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. പക്ഷേ മറ്റേ നിങ്ങളുടെ ഒരു ഡിസിപ്ലിനകത്തും അത് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. ശരിക്കും വരും. അപ്പൊ ഇത് സ്റ്റേജ് ഇമേജ് എന്ന് പറയുന്നത് ബോഡിയും സ്പേസും സൗണ്ടും റിഥവും ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു എംബോഡീഡ് എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിനാണല്ലോ എംബോഡിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ എംബോഡിമെന്റിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വിഷ്വൽ, അതിനെയാണ് നമ്മൾ ഇമേജസ് ആർ എംബോഡീഡ് എന്നുള്ളതാണ് അതിന്റെ മേജർ ഐഡിയ എന്ന് പറയുന്നത്. ഇമേജറീസ് ആർ നോട്ട് ഡെഡ്.
Imageries are not simply a material, a visual entity, but it is ഒരു എംബോഡിഡ് ആണ് ഹ്യൂമൻ ഇൻട്രാക്ഷൻ. രണ്ടാമത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇമേജ് മേക്കിംഗ് ക്യാരീസ് പൊളിറ്റിക്സ്. ഒരു ഇമേജും അരാഷ്ട്രീയമായ അല്ല എന്നുള്ളതാണ്, രാഷ്ട്രീയപരമാണ് ഒരു സാധനം. അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഒരു എവറി തിയേറ്ററിക്കൽ ഇമേജസ് റിഫ്ലക്ട്സ് ചോയ്സസ് അബൌട്ട് whose stories, bodies, traditions, visible or marginalized. So ഇതൊക്കെ ഒരുപാട് ലോഡഡ് ആയിട്ടുള്ള കുറേ ഐഡിയാസ് ഇതിനകത്ത് വരുന്നുണ്ട്. ആരുടെ കഥയാണ് നമ്മൾ പറയുന്നത്, ആരുടെ ശരീരമാണത്, ഏത് തരത്തിലുള്ള ശരീരമാണ്, എന്ത് തരത്തിലുള്ള മാർജിനലൈസേഷനെ പറ്റി ഉള്ളതാണ്, ഡോമിനൻ്റ് ആയിട്ടുള്ള ഐഡിയോളജിയുടെ സാധനം. അപ്പോൾ ഇമേജ് മേക്കിംഗ് ഒരു പൊളിറ്റിക്കൽ ആക്ട് ആണ് എന്നുള്ളത്. നമ്മൾ ആദ്യം തന്നെ ആ സ്ത്രീയുടെ ആ പെർഫോമൻസ് ഇല്ലേ, അതിനകത്തും നമുക്ക് ഈ സാധനങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ട്. പക്ഷെ അടുത്ത സ്ലൈഡ് നോക്കും. അപ്പോൾ അത് പിന്നെ നിങ്ങൾ കാണുന്ന ഈ വിഷ്വൽസിലെല്ലാം കാണുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് മനുഷ്യ ശരീരം എങ്ങനെയാണ് ഈ ഇമേജ് മേക്കിങ്ങിന്റെ പ്രോസസ്സിലേക്ക് ആക്റ്റീവ് ആകുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. I raised the question of forced marriage in the House of Commons. It was the first time the issue of forced marriages had ever been raised in Parliament. And this was 99. No one had ever mentioned it before. We didn't even call it forced marriages because we knew we were going to get an enormous amount of flack. I think we called it community relations. I remember all too well the criticism that was levelled at me. I was told by many, men in particular, that forced marriages did not exist, that they were a figment of my imagination, or an excuse to simply demonize the Asian community. I argued and argued for 9 years, and there were times when that was difficult. I was called a racist and all sorts of things, despite the fact that everything I said was said to protect the most vulnerable members of the Pakistani community, and to some extent the Bangladeshi community in my constituency. I was tired of the usual racist brush, but I have 3 half Indian grandchildren and 1 half African step-grandchild, so I'm hardly racist. Shahid Malik, who's a member of Labour's National Executive Committee, has been critical of you in the past. You built a career on it, if you don't mind me saying that. Every time I said anything about forced marriages, about the need for English in the South Asian home, the need for greater integration, you could always rely on Shahid Malik to be there in a television studio doing me down. I was between the devil and the deep, you see. I had Shahid Malik on one side telling me I was completely wrong, and on the other side I had the BNP, or at one time the National Front, saying all I cared about was hitting women. So, where do you go when you're in that position? Stop here. I was sort of weak on weak. Okay, ഇത് ബ്രിട്ടനിൽ ഒരു കുറച്ച് നാൾ മുമ്പുണ്ടായിട്ടുള്ള ഒരു വലിയൊരു പബ്ലിക് ഡിസ്കഷനായിരുന്നു ഏഷ്യൻ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ്ഡ് മാരേജ്, പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ഫോഴ്സ്ഡ് മാരേജ്. കാരണം അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ നാട്ടിൽ വന്നിട്ട് വിവാഹം ആലോചിച്ചിട്ട് പെൺകുട്ടികളെ കൊണ്ട് മാരേജ് ചെയ്യുകയും അങ്ങനെയുള്ള ഫോഴ്സ്ഡ് മാരേജ് ഏഷ്യൻ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു വാർത്ത ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു നാടകമാണ് ഈ ഒരു പെർഫോമൻസാണ്. ഈ പെർഫോമൻസിൽ ഈ സംസാരിക്കുന്ന മുഴുവൻ പത്രത്തിലുള്ള ന്യൂസാണ് ഇവർ സംസാരിക്കുന്നത്. ഇനി ഇത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പെർഫോമൻസ് ഒന്ന് റിഫ്ലക്ട് ചെയ്യാമോ? നിങ്ങൾ എന്താ കണ്ടത് എന്നുള്ളത്? വാട്ട് യു സീ ഹിയർ? ഇത് വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. സബ്ജക്ട് എന്തായിരുന്നു? ഫോഴ്സ്ഡ് മാരേജ്. ഫോഴ്സ്ഡ് മാരേജിൽ എന്താ ഉണ്ടാകുന്നത്? കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു വോയിസ് ഇല്ല, അവരുടെ ഒരു ഡിസിഷൻ മെറ്റീരിയൽ അല്ലേ? ഇനി പെർഫോമൻസിന്റെ ലാംഗ്വേജ് വിഷ്വൽ ലാംഗ്വേജുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാമോ ഇതിന്റെ ഈ ടോപ്പിക്കിനെ?
അതെ അതിനൊപ്പം വഴങ്ങുന്ന ഒരു സിസ്റ്റമായിട്ട് അതെ. കാണുന്ന ബാങ്കിലുണ്ട്. അപ്പോൾ അത് പാസീവ് വോയിസ്. ദിസ് വുമൺ ഗെറ്റ്സ് വോയിസ്. ഒരു ഇന്റർപ്രിട്ടേഷൻ അതാണ്. കൂടുതൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇതിനകത്ത്? അത് ഇതാണ് ഈ വോയിസ് എന്ന് പറയുന്നത്. ഫീമെയിൽ വോയിസ് ആണ് നമ്മൾ കേൾക്കുന്നത്. മെയിൽ ബോഡിയുടെ ഫംഗ്ഷൻ എന്താണ്? ടു ക്യാരി ദ ഫീമെയിൽ ബോഡി അല്ലേ? ക്യാരി ദ ഫീമെയിൽ ബോഡി എവരിവെയർ. അപ്പൊ അതിന്റെ വോയിസ് എന്ന് പറയുന്നത് ഫീമെയിൽ വോയിസ് ആണ്. വോയിസ് വരുമ്പോഴത്തേക്കാണ് സബ്ജക്റ്റ് ഈസ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സാറിന് പറയാം ആ സബ്ജക്ട് സ്പീക്കിംഗ്. അതവിടെ സ്പീക്കിംഗ് ചെയ്യുന്നത് സ്ത്രീയാണ്. അതപ്പോൾ സ്ത്രീയുടെ ആ ഒരു പ്രാതിനിധ്യം, ഒരു പ്രാധാന്യം അവിടെ വരുന്നതാണ്. ഒരു ഇന്റർപ്രിട്ടേഷൻ. വേറൊരു ഇന്റർപ്രിട്ടേഷൻ ഇതിനകത്തുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റും. എന്തിന്? ആ വിമൻ പൊസിഷനെ ഫിക്സ് ചെയ്യുന്നില്ല. കോൺസ്റ്റന്റ്ലി മൂവിങ് ആണ്. സ്റ്റെബിലിറ്റി ഇല്ല ഉള്ളത് അല്ലേ? യെസ് യെസ്. വേറെ എന്തെങ്കിലും? ഈ സ്ത്രീ എവിടെയാണ് നടക്കുന്നത്? ഇതാണ് എൻ്റെ വേറൊരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ആ സ്ത്രീ നടക്കുന്നത് എന്ന് പറയുന്നത് ആ ഹ്യൂമൻ ബോഡി അല്ലേ? എല്ലാം തൊടുന്നില്ല. നിലം തൊടുന്നില്ല. നിലം തൊടുന്നില്ല. ഒരു നല്ലൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷനാണ്. ആ ഇവിടെയാണ് ഇമേജ് പൊളിറ്റിക്കൽ ആവുന്നത്. നമ്മൾ നേരത്തെ ഒരു പറഞ്ഞു ഇമേജ് പൊളിറ്റിക്കൽ ആവുന്നത്. ഇവിടെ ഈ സ്ത്രീ നിലം തൊട്ടുണ്ടാണ്. ആ പുരുഷൻ എങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നു അവിടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇല്ലേ? ഈ മെയിൽ ബോഡി ഷോയിങ് ദ പാത്ത്. കൈ വെച്ച ആ കൈ. അപ്പൊ അതിന്റെ ഒരു പാത്വേ എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ മൂവ്മെന്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ആ മെയിൽ ബോഡിയാണ്. പക്ഷെ ആ മെയിൽ ബോഡി ഡോമിനന്റ് അല്ല, വളരെ ഡോമിനന്റ് അല്ലാതിരിക്കുന്നു. ഈ മോഡേൺ ലൈഫിലെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് സൈലന്റ് ആയിരിക്കുന്നത്. സൈലൻസ് ഈസ് ദ പവർ എന്നുള്ളതാണ്. ചോദ്യം ചോദിക്കുന്ന ആളിനാണ് പവർ, ഉത്തരം പറയുന്ന ആളിനല്ല. സൈലന്റ് ആയിരിക്കുന്ന ആളുടെ ആണ് പവർ എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഒരു ഫുക്കോഡിയൻ ഐഡിയയുടെ ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ആ നിലം തൊട്ട് നടക്കാൻ ആ സ്ത്രീക്ക് പറ്റാതിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ ഇതിന്റെ പൊളിറ്റിക്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഇതും ഒരു ഇമേജാണ്. ഈ ഇമേജ് ഇറ്റ്സ് എ വെരി ഹൈലി പൊളിറ്റിക്കൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഇമേജ് മേക്കിങ്ങിന്റെ പ്രോസസ്സിൽ വരുമ്പോൾ ഇതിന്റെ റിഹേഴ്സലിന്റെ പ്രോസസ്സ് എന്തായിരിക്കും ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും അല്ലേ ഈ റിഹേഴ്സൽ പ്രോസസ്സിൽ. എന്നിട്ട് വി ഹാവ് ടു ഫൈൻഡ് എ കറക്റ്റ് ആംഗിൾ ഓർ ഒരു ഡിവൈസ്, ഇല്ലെങ്കിൽ ഒരു അതിന്റെ ഒരു ഒരു ആ ഐഡിയയിൽ നിന്നാണ് ഇത് പൊളിറ്റിക്കൽ ആവുന്നത്. ഈ ഇമേജ് മേക്കിംഗ് പൊളിറ്റിക്കൽ ആവുന്നത്. അപ്പോ ഇതാണ് ഇത് നമ്മൾ നേരത്തെ പറയാൻ ശ്രമിച്ചത്. അത് കണ്ടിന്യൂ ചെയ്യണോ? കുറച്ച് ഇനി മൂന്നാമത്തെ ഒരു സാധനം എന്ന് പറയുന്നത് ലോക്കൽ എപ്പിസ്റ്റമോളജീസ് മാറ്റർ. അത് ഇമേജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇമേജ് മേക്കിങ്ങിന്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് നമ്മളിപ്പോ എല്ലാം ഇന്റർനാഷണൽ അല്ലേ. അപ്പം ഇപ്പൊ നമ്മൾ തിയേറ്റർ കണ്ടിരുന്നാലും ഇപ്പൊ നമുക്ക് ഇവിടെ ഇഫോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലുണ്ടാകുന്ന നാടകങ്ങളിൽ മുഴുവൻ തന്നെ വരുന്ന ഒരു ദൃശ്യ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഇഫോക്കിൽ കണ്ട നാടകങ്ങൾ പോലെ. പക്ഷേ ഇഫോക്കിൽ കാണുന്ന നാടകങ്ങൾ വരുന്നതൊക്കെ എന്ന് പറയുന്നത് ആ രാജ്യങ്ങളുടെ ഭാഷയും ആ രാജ്യത്തിന്റെ പ്രശ്നങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു വിഷ്വൽ ലാംഗ്വേജ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഷ, നമ്മൾ ദൃശ്യഭാഷ നമ്മൾ സ്വാംശീകരിക്കുക എന്ന് പറയുന്നത് അതിനകത്തൊരു എപ്പിസ്റ്റമോളജിയുടെ ഒരു പ്രശ്നമുണ്ട്. അത് ലോക്കലായിട്ടുള്ള എപ്പിസ്റ്റമോളജി, അതിനെ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം. അത് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് നോക്കൂ. ഒരു പ്ലേസിൽ, ഒരു ലാംഗ്വേജ്, റിച്വല്, പിന്നെ എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന ഒരു വേ ഓഫ് നോയിങ്. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പിന്നെ വയനാട്ടിലെ ആദിവാസികളുടെ ഇടയിലുള്ള വൈദ്യ സമ്പ്രദായം. അത്
ഞാനിപ്പോൾ അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ തലവേദന എന്ന് പറയുക, മൈഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള പച്ചില മരുന്ന് ഉപയോഗിച്ച് ആ മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. പക്ഷെ അവർ ഒരു കാര്യം കൂടെ ചെയ്യും, ബാധ ഒഴിഞ്ഞ് കളയപ്പെടും. ഈ ബാധ ഒഴിഞ്ഞ് കളയുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബാധ എന്ന് പറയുന്നതാണ് ഈ തലവേദന ഉണ്ടാക്കിയത്. ഈ ബാധയെ ഒഴിഞ്ഞ് കളയുകയും ചെയ്യും. മോഡേൺ മെഡിസിൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഈ ബാധ ഒഴിഞ്ഞ് കളയുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബാധയുണ്ടോ? ആ ബാധ ഒഴിഞ്ഞ് കളയാൻ പറ്റുമോ? ഇതൊക്കെയാണ് നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. പക്ഷേ ഈ ഗോത്രവൽക്ക ഒരു ആദിവാസി സമൂഹത്തിന് മരുന്നും മന്ത്രവാദവും പിന്നെ അവരുടെ റിച്വലും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു ജീവിത ആണ്. അപ്പോൾ അവിടെ ഈ മന്ത്രവാദം എന്ന് പറയുന്നത്, മരുന്ന് ചെയ്യുന്നതിനോടൊപ്പം ചെയ്യുന്ന ഈ ഒരു മന്ത്രവാദം എന്ന് പറയുന്നത് അതിനെയാണ് ആ ഒരു ലോക്കൽ ആയിട്ടുള്ള എപ്പിസ്റ്റമോളജി എന്ന് നമ്മൾ പറയുന്നത്. അതായത് ആ ഭാഷയോടോ അല്ലെങ്കിൽ ആ ജീവിത ദർശനത്തോടോ ജീവിത വീക്ഷണത്തോടോ ചേർന്നിരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഇമേജുകൾ, നമ്മൾ മേക്ക് ചെയ്യുന്ന ഇമേജുകൾ നമ്മുടെ ഭാഷയുമായിട്ടോ നമ്മുടെ ജീവിതാവസ്ഥകളുമായിട്ടോ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രധാനമാണ്. ലോക്കലായിട്ടുള്ള ട്രഡീഷൻസ്, ഞാൻ ട്രഡീഷൻസിനെ പറ്റി ഞാൻ നേരത്തെ സംസാരിച്ചു. ട്രഡീഷനെ നമ്മൾ വളരെ മോശമായിട്ടാണ് കാണുന്നത്. ട്രഡീഷനെ നമ്മൾ എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്തിട്ടാണ് കാണുന്നത്. പക്ഷെ ട്രഡീഷൻ ഒരു ബോഡി പ്രാക്ടീസ് ആയിട്ട് നമ്മൾ നോക്കുകയാണ്. ആദിവാസി വൈദ്യത്തിൽ ട്രഡീഷൻ എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. എല്ലാ വൈദ്യ സമ്പ്രദായം, എനിക്ക് ട്രഡീഷൻ വളരെ പ്രധാനമായിട്ട് വരുന്നത് എനിക്ക് കുറച്ച് വൈദ്യം കൂടി ചെയ്തു. കാരണം അതൊരു നോളജ് സിസ്റ്റം, അത് കറക്റ്റായിട്ട് ഇത് ചെയ്തു വരുന്നത്. അത് തുണി നെയ്യുന്ന ആളിനായിരുന്നാലും കല ഉണ്ടാക്കുന്ന ആളിനായിരുന്നാലും പോർട്രി ഉണ്ടാക്കുന്ന ആളിനായിരുന്നാലും ഇത് വളരെ പ്രധാനമാണ്. ആ ട്രഡീഷൻ ഹാൻഡ്സ് എങ്ങനെ ഉപയോഗിക്കുന്നു നോളജാണ്, ആ നോളജ് സിസ്റ്റം. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഇമേജുകൾ എങ്ങനെയാണ് ഒരു ടെക്നോളജിയുടെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ അല്ലാതെ അതിൽ നിന്ന് നിങ്ങളുടെ ഇമേജിനെ മോചിപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ ഇമേജിനെ ഒരു ലൈഫുമായിട്ട് നമ്മുടെ ഒരു യാഥാർത്ഥ്യവും ജീവിത യാഥാർത്ഥ്യവുമായിട്ടും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും തലങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം എല്ലാ ആർട്ടിസ്റ്റും എല്ലാ കാലത്തും ചോദിച്ചിട്ടുള്ളതാണ്. അത് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇതുണ്ടായി. ഈ 1878 ഇത് ഞാൻ ചെയ്ത എൻ്റെ 10 വർഷം മുമ്പ് ഞാൻ ചെയ്ത ഒരു നാടകത്തിൻ്റെ ഒരു ഇതാണ്. അത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എടുക്കുകയാണ്. കൊച്ചിപ്പന്തലകൻ 1878 ഒരു നാടകമായിരുന്നു. ആ നാടകത്തിന്റെ പേര് മറിയാമ്മ. ആ മറിയാമ്മ നാടകം ഇന്നും വളരെ പ്രസക്തമാണ്. ആ മറിയാമ്മ നാടകം എന്നും പ്രസക്തമാണ്. പക്ഷെ നമ്മുടെ മലയാളികള് വേണ്ടത്ര പിന്നെ ഒരു അക്സെപ്റ്റ് ചെയ്യാത്തൊരു നാടകം കൂടിയാണ്. കാരണം നമ്മുടെ നാടക ചരിത്രത്തിൽ ഇത് ആദ്യത്തെ നാടകമാണ്. മലയാളത്തില് ഉണ്ടായിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള ആദ്യത്തെ നാടക കൃതിയാണ് ഓളച്ചിറക്കൽ കൊച്ചിപ്പന്തലകന്റെ മറിയാമ്മ എന്ന് പറയുന്ന നാടകം. ഈ മറിയാമ്മ നാടകം എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നു എന്നുള്ളത് കാരണം ഇന്ദുലേഖ ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതുന്നതിന് 11 വർഷം മുമ്പ് CV രാമൻപിള്ള മാർത്താണ്ഡവർമ്മ എഴുതുന്നതിന് 13 വർഷം മുമ്പുമാണ് കൊച്ചിപ്പന്തലകൻ മറിയാമ്മ എന്ന് പറയുന്ന നാടകം എഴുതിയത്. ഈ മറിയാമ്മ എന്ന് പറയുന്ന നാടകത്തിന് മുമ്പുണ്ടായിരുന്നത് സംഗീത നാടകങ്ങൾ, തമിഴ് സംഗീത നാടകങ്ങൾ, ശാകുന്തളം മുതലായ സംസ്കൃത നാടകങ്ങളുടെ അതുപോലെ മലയാളത്തിൽ നാടകങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്ത നാടക സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ സ്വതന്ത്ര സാഹിത്യ കൃതിയാണ് കൊച്ചിപ്പന്തലകൻ എഴുതിയത്. നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങൾ ഇന്ദുലേഖയെ പറ്റിയും മാർത്താണ്ഡവർമ്മയെ പറ്റിയും കേൾക്കുന്നത് പോലെ മറിയാമ്മയെ പറ്റി കേട്ടിട്ടുണ്ട്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. എല്ലാ റീസൺസും നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. കാരണം കൊച്ചിപ്പന്തലകന്റെ ഈ മറിയാമ്മ എന്ന് പറയുന്ന നാടകം, അതിന്റെ കഥ എന്താണെന്ന് പറയുമ്പോൾ അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കഥയാണ്. കോഴിക്കോട് നിന്ന്
മറിയാമ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അച്ഛനും അമ്മയും മരിച്ചുപോയി, ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. ഔസേപ്പ്, പിന്നെ കോട്ടയത്തുള്ള ഔസേപ്പ്, സിറിയൻ കാത്തലിക് ആയിട്ടുള്ള ഔസേപ്പ് മറിയാമ്മയെ കല്യാണം കഴിച്ച് കോഴിക്കോട് നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുവരും. ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് മറിയാമ്മ. അപ്പോൾ ഭർത്താവിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളാണ് ആ മറിയാമ്മ നാടകത്തിലുള്ളത്. പ്രാഥമികമായിട്ടും കഥ അങ്ങനെയാണ്. എന്നിട്ട് ഔസേപ്പ് പഠിക്കാനായിട്ട് മദിരാശിയിലേക്ക് പോകുന്നു. അപ്പം കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു മറിയാമ്മ കാര്യം. മറിയാമ്മ ഔസേപ്പിന് എഴുതുന്ന കത്തുകളെല്ലാം അമ്മ, ഔസേപ്പിൻ്റെ അമ്മ എടുത്ത് മറിച്ച് ഒളിച്ചു വയ്ക്കുന്നു. ആ കത്തുകളൊന്നും തന്നെ ഔസേപ്പിന് കിട്ടുന്നില്ല. അപ്പോൾ ഔസേപ്പ് വളരെയധികം ഇതാവുകയാണ്, എന്താണ് മറിയാമ്മ എനിക്ക് കത്തുകളൊന്നും എഴുതാത്തത് എന്ന് ഔസേപ്പിന് ഒരു തരത്തിലും ദേഷ്യവും വരുന്നുണ്ട്. മറിയാമ്മ ഇന്നുവരെ എന്നോടൊന്നും പറയുന്നില്ലല്ലോ. ഔസേപ്പ് എഴുതുന്ന കത്തുകളെല്ലാം അമ്മയെടുത്ത് മാറ്റി വയ്ക്കുന്നു, മറിയാമ്മയ്ക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഭയങ്കര ഇതുണ്ടാകും. സാധാരണ ഭയങ്കര ഒരു വസൂലി രോഗം നാട്ടിൽ മുഴുവൻ പടർന്നു പിടിക്കുന്ന സമയത്ത് മറിയാമ്മയ്ക്ക് വസൂരി വന്നു, വസൂരിയൊന്നും വന്നിട്ടില്ല, വസൂരി വന്നു എന്നുള്ള ഇതിൽ ആ വസൂരി മാറ്റാനായിട്ട് സ്ലൈഡുണ്ട് ഇല്ലേ? അപ്പോൾ വസൂരി, ആ താഴെ കാണുന്ന 2 പിക്ചേഴ്സ് എന്ന് പറയുന്നത് ആ വസൂരി മാറ്റാനായിട്ട് വരുന്ന മന്ത്രവാദികളാണ്. ആ മന്ത്രവാദികളെ കൊണ്ട് മറിയാമ്മയെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മറിയാമ്മയെ കൊന്നിട്ട് കുഴിച്ചു മൂടാനായിട്ട് പറയുക, കൊന്ന് കുഴിച്ചു മൂടാൻ പറയും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രവാദികൾ വന്ന് അത് ചെയ്യുന്ന സമയത്ത് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഔസേപ്പ് തിരിച്ചു വരും. ഔസേപ്പാണ് ഇരിക്കുന്നത്, മറിയാമ്മ അങ്ങറ്റിരിക്കുന്നത് അവരുടെ സഹോദരനാണ്. അപ്പൊ മന്ത്രവാദികളുടെ കയ്യിൽ നിന്ന് ഈ സഹോദരൻ മറിയാമ്മയെ രക്ഷിച്ചിട്ട് കോഴിക്കോടേക്ക് കൊണ്ടുപോകും. അപ്പൊ ഈ ഭർത്താവ് വന്നിട്ട് മറിയാമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ശവത്തിന്റെ ശവകുമാർ ഇതാണ് അവിടെ ഇരുന്നിട്ട് കരയുന്നതാണ് ആ ഭർത്താവിൻ്റെ. പക്ഷേ അവസാനം നാടകത്തിൽ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് പിന്നെ ഔസേപ്പിന്റെ കൂടെ മറിയാമ്മ ജീവിക്കുന്നതാണ് ഈ നാടകം എന്ന്. ഈ കഥ ജീശങ്കരപിള്ള മലയാള നാടകത്തിന്റെ ചരിത്രം എഴുതുന്നത്, നാടകത്തിന്റെ സാഹിത്യ ചരിത്രം എഴുതുന്നത്. ഈ നാടകത്തിനെ മലയാളത്തിലെ ആദ്യത്തെ നാടകം എന്ന് പറയുന്നു, സ്വതന്ത്ര നാടകം എന്ന് പറയുന്നു. ആ നാടക ചരിത്രം, നമ്മുടെ മലയാളത്തിന്റെ നാടക ചരിത്രം തുടങ്ങുന്നത് എവിടെ നിന്നാണ് കണ്ടത്? വലിയ കോയിത്തമ്പുരാൻ ശാകുന്തളത്തിന്റെ കാളിദാസന്റെ ശാകുന്തളം നാടകത്തിന്റെ മലയാളം പരിഭാഷ ചെയ്തു. ആ മലയാളം പരിഭാഷയാണ് ശങ്കരപ്പിള്ള സാർ പറയുന്നത് ആദ്യത്തെ മലയാളം. അതെങ്ങനെ ശരിയാവും? ഇത്രയും വലിയൊരു ബ്ലണ്ടർ ശങ്കരപ്പിള്ള സാർ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റും. എന്നിട്ട് ഇതിന്റെ ഇന്ദുലേഖയ്ക്ക് 11 വർഷം മുമ്പ്, മാർത്താണ്ഡവർമ്മയ്ക്ക് 13 വർഷം മുമ്പും എഴുതപ്പെട്ട സ്വതന്ത്രമായ ഒരു നാടകകൃതിയെ, സ്വതന്ത്രമായ മലയാള സാഹിത്യത്തിന് മലയാളത്തിലെ ആദ്യത്തെ നാടകം എന്ന് പറയാതിരിക്കുന്ന ഒരു നാടക ചരിത്രമാണ്. എന്നിട്ട് ഈ നാടകത്തിനെ പറ്റി പറയുന്നത് എന്താണ്? ഈ നാടകത്തിന്റെ കഥ ഒരു അമ്മായിയമ്മ പോരാണ്. എന്ത് സിമ്പിളായിട്ട് ഒരു ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു സാഹിത്യ കൃതിയെ എത്ര സിമ്പിളായിട്ടാണ് പിന്നെ അവോയ്ഡ് ചെയ്തതെന്ന് അറിയാമോ നമ്മുടെ നാടക സാഹിത്യ ചരിത്രം. പിന്നെ ആരും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ ഈ നാടകം ചെയ്യുമ്പോഴത്തേക്ക് അതിന് 100 വർഷം മുമ്പ് മാത്രം ഒരു പ്രാവശ്യം അവതരിപ്പിച്ചു, ഒറ്റ പ്രാവശ്യം അവതരിപ്പിച്ചു. മറ്റേത് ഭാഷയിലായിരുന്നാലും ഷേക്സ്പിയറുടെ എത്ര നാടകങ്ങൾ ഒരു വർഷം വരുന്നു? ഷേക്സ്പിയർ 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം ആ ഭാഷയുടെ ഏറ്റവും സമഗ്രവും ഉജ്ജ്വലവുമായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ആ ഷേക്സ്പിയറുടെ നാടകങ്ങൾ. ഒരു വർഷം 10-20 നാടകങ്ങൾ ഒരു വർഷം വരും. 20 എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും കുറഞ്ഞ നമ്പറാണ് ഞാൻ പറയുന്നത്. ഈ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത് പണ്ടുള്ള ഷേക്സ്പിയറുടെ കോസ്റ്റ്യൂംസ് ഒന്നും ഇട്ടിട്ടല്ല, ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ വരെ കൊടുത്തിട്ടാണ് ഈ നാടകങ്ങൾ ചെയ്യുന്നത്. റോമിയോ ആൻഡ് ജൂലിയറ്റിന്റെ റീസെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഞാൻ കണ്ടു നാഷണൽ തിയേറ്ററിൽ. അത് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പബ്ബാണ്. ആ പബ്ബില് ഒരു മ്യൂസിക് സ്റ്റാൻഡേർഡ്, ഈ മ്യൂസിക് ഇസ് ദ ലവ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കണ്ടുണ്ട്, ഷേക്സ്പിയറിന്റെ ആ ലൈൻ ഉണ്ടല്ലോ. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ട് റോമിയോ ആൻഡ് ജൂലിയറ്റ് നടക്കുന്ന ഒരു പബ്ബിലാണ്, ഒരു മ്യൂസിക് ബാൻഡിലാണ്. നോക്കൂ, അത് പക്ഷെ ലാംഗ്വേജ് ഉണ്ടല്ലോ, ഷേക്സ്പിയറുടെ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്.
അതിലെ ആ ഡിക്ഷനും ആ ലാംഗ്വേജും അത് കറക്റ്റായിട്ട് ഷേക്സ്പിയർ അറിയാം, അതിലൊന്നും മാറിയിട്ടില്ല. പക്ഷെ ഈ കാണുന്ന നാടകത്തിന്റെ ആ ദൃശ്യ ലോകത്തിനെ മാറ്റി, അതെല്ലാ കാലത്തിലും അതിനെ മാറ്റിയെടുക്കേണ്ടതാണ്. പക്ഷെ ഈ മറിയാമ്മ നാടകത്തിനെ ഒരൊറ്റ പ്രാവശ്യം മാത്രം 100 വർഷം മുമ്പ് ഞാനന്ന് ആ നാടകം ചെയ്യുമ്പോൾ 2015 ഞാൻ ആ നാടകം ചെയ്തത്. അന്ന് ഞാൻ നോക്കിയപ്പോൾ 100 വർഷം മുമ്പ് ആരോ ഒരാൾ നാടകം ചെയ്തു. പക്ഷെ ഞാൻ മനോരമയിൽ പോയിട്ട് അവരുടെ പഴയ ആർക്കൈവിൽ പോയിട്ട് ഈ മറിയാമ്മ നാടകം ഉണ്ടായ കാലത്ത് കൊച്ചിയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, അന്തപ്പായി എന്ന് പറയുന്ന ഒരു നിരൂപകൻ ഉണ്ടായി. അന്തപ്പായിക്ക് വായിക്കാൻ കൊടുത്തു. അന്തപ്പായി വായിച്ചിട്ട് വലിയൊരു സംഭവമാണ് മലയാളത്തിൽ ഉണ്ടായി. സി അന്തപ്പായി, അതെ 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 സി അന്തപ്പായി. അപ്പൊ ഞാൻ മനോരമയിൽ പോയിട്ട് ഞാൻ അവരുടെ ആർക്കൈവൊക്കെ നോക്കിയപ്പോൾ ഈ നാടകം ഒരുപാട് സ്ഥലത്ത് കളിച്ചിരിക്കും. ആ കോട്ടയം ഭാഗങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കളിക്കുകയും പിന്നെ കൊച്ചിപ്പന്തറയിനെതിരായിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് വളരെയധികം പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തതായിട്ട് പല സ്ഥലത്തും റിപ്പോർട്ട് ഉണ്ടാകും. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം പുറത്ത് അറിയിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അമ്മായിമ്മപ്പോര് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെൺകുട്ടികളെ മോശമായിട്ട് പെരുമാറുന്ന ഒരു സ്വഭാവം ഈ സിറിയൻ കാത്തലിക്സിന്റെ കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളത്, കമ്മ്യൂണിറ്റി നാണംകെടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മോശമായിട്ട് ഇത് ഉണ്ട്. അപ്പം 11 വർഷം നാടകം എഴുതി കഴിഞ്ഞിട്ട് 11 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നാടകം അച്ചടിക്കുന്നത്. മനസ്സിലായത്? ശങ്കരപ്പിള്ള സാറിന് ഒരു ന്യായമാണ്. കാരണം അന്ന് വന്നിട്ടില്ല, 11 വർഷം കഴിഞ്ഞിട്ടേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ്. പക്ഷെ അത് തെറ്റാണ് സാറ് പറയുന്നത്. ശങ്കരപ്പിള്ള സാറ് റിപ്പീറ്റ് ചെയ്യുന്നത് കൃഷ്ണപിള്ള സാറിന്റെ, ശങ്കരപ്പിള്ള സാറിന്റെ അധ്യാപകനായിരുന്നു എൻ കൃഷ്ണപിള്ള. എൻ കൃഷ്ണപിള്ള സാർ പറഞ്ഞതിനെ റിപ്പീറ്റ് ചെയ്യുക മാത്രമേ ശങ്കരപ്പിള്ള സാർ ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്റെ പോയിന്റ് ഇതാണ്, ഇവിടെ നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ, നാടകത്തിന്റെ ചരിത്രത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു നാടകമാണ്. ഇനി ഇതിന്റെ ഇമേജുകളിലേക്ക് വരുമ്പോൾ ഈ നാടകം ചെയ്യുമ്പോൾ ഞാൻ അധികം ഇമേജുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അതിന് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കേരളീയ ജീവിതത്തിന്റെ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആർക്കിയോളജിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും ഒക്കെ തന്നെ ഒരുപാട് 19ാം നൂറ്റാണ്ടിൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു സിനോഗ്രഫിയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ വീടുകളിൽ അധികം പ്രോപ്പർട്ടീസ് ഒന്നും ഉണ്ടാവില്ല. മേശ, കസര, അത് ഇത്. ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് വെച്ചു കഴിഞ്ഞാൽ വീട് നിറയെ പ്രോപ്പർ ഇതല്ലേ, ഫർണിച്ചറല്ലേ. പക്ഷെ അങ്ങനെ ഇതായിരുന്നു. അപ്പൊ മലയാളിയുടെ ജീവിതത്തിൽ വളരെ കുറച്ച് സാധനങ്ങളെ ഉണ്ടായിരുന്നു. തിങ്സ് എന്ന് നമ്മൾ പറയുന്നത് വളരെ കുറച്ച് തിങ്സേ ഉണ്ടായിരുന്നു. ഇരിക്കുന്നതിലൊക്കെ നമ്മുടെ ഇരിക്കുന്നതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഒരു ഹിസ്റ്ററി ഓഫ് സിറ്റിംഗ് എന്ന് പറയുന്നത് നോക്കിയാൽ തന്നെ മലയാളികൾ പല തരത്തിലാണ് ഇരുന്നത്. കുന്തിച്ചിരിക്കുക, ചമ്രം പഠിച്ചിരിക്കുക. ഇരിക്കുന്നതും ഒരു ഫർണിച്ചറുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. കസേര തന്നെ തിണ്ണയിലിരിക്കാം, ചാരടിയിലിരിക്കാം, പല സ്ഥലത്തും പലകയുണ്ടായിരുന്നു. പലക, ഇരിക്കാനുള്ള പലക. അപ്പൊ ഈ തറയിൽ ഇരുന്നിട്ടാണ് ഊണ് കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഈ ബോഡിയെ ഒരു ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോഡിയുടെ കൾച്ചർ ഉണ്ടായിരുന്നു. അപ്പം ഈ നാടകത്തില് ആക്ടേഴ്സ് അല്ലാതെ വേറെ ഒന്നും സ്റ്റേജിലില്ല. ആകപ്പാടെ ഉപയോഗിക്കുന്നത് മറിയാമ്മയെ ചുറ്റിക്കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തഴപ്പായ, ഒരു ചൂല്, ഒരു തഴപ്പായി മാത്രമാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ടെക്നോളജി നമ്മുടെ നാടകവേദിയെ ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ലൈറ്റും സെറ്റും മാത്രമേ കാണുന്ന ഒരു നാടകത്തിൽ കാണുകയുള്ളൂ എന്നുണ്ടായിരിക്കുന്ന ഒരു കാലത്ത് ഏറ്റവും മിനിമം ആയിട്ട് ആക്ടേഴ്സിന്റെ എംബോഡീഡ് ആയിട്ടുള്ള ഒരു സിനോഗ്രഫി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആക്ടാണ്. ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ആക്ട്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട നാടകങ്ങളിലും കാണുന്നത് ഈ പൊളിറ്റിക്കൽ ആക്ട് എങ്ങനെയാണ് ആകുന്നത്, അതിൽ രാഷ്ട്രീയം സംസാരിച്ചിട്ടല്ല അത് പൊളിറ്റിക്കൽ ആകുന്നത്. നമ്മൾ ശരീരത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ, അരങ്ങിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ, അവിടെയാണ് അതിന്റെ പൊളിറ്റിക്സ് വരുന്നത്. ആ കലയുടെ രൂപത്തിലാണ്. എന്ത് തരത്തിലുള്ള ഒരു ദൃശ്യ സംസ്കാരത്തിനെയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, എന്ത് തരത്തിലുള്ള ഒരു ഇമേജിനെയാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത് എന്ന് നോക്കിയിട്ടാണ് അത് വരുന്നത്. നാലാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓവർ സ്പെക്ടക്കിൾ. അതായത്
ഇത് ഇമേജ് മേക്കിങ്ങിന്റെ ഒരു സ്പെക്ടിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ ഫൈനൽ എൻഡ്, അതിന്റെ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനൊരു ചോദ്യം ചോദിച്ചത്, നിങ്ങൾക്ക് ആ നാടകത്തിന്റെ റിഹേഴ്സലിനെ പറ്റി സങ്കല്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിട്ട്. ആ സ്ത്രീ പുരുഷന്റെ നേരത്ത് നടക്കുന്നത് അതിന്റെ റിഹേഴ്സൽ പ്രോസസ്സ് എന്തുമാത്രം വാല്യുബിൾ ആയിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. പലതരത്തിൽ നമ്മൾ പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യും, ഫീമെയിൽ ബോഡിയെ പറ്റി ഡിസ്കസ് ചെയ്യും, ആ സംഭവത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യും. നമ്മൾ എല്ലാ തരത്തിലുള്ള നമ്മളുടെ ഇന്റർവെൻഷൻ, പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ, എസ്തെറ്റിക് ഇന്റർവെൻഷൻ, ഇത് മുഴുവൻ വരുന്ന ഒരു സ്ഥലമാണ് ആ റിഹേഴ്സൽ എന്ന് പറയുന്നത്, അല്ലേ? അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ആ പെർഫോമൻസ്. പക്ഷെ നമ്മൾ കാണാതിരിക്കുന്നത് ഈ റിഹേഴ്സലിന്റെ പ്രോസസ്സ് മുഴുവനാണ്. അപ്പൊ പ്രോസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ പ്രോസസ്സിന് കൂടിയാണ്, ആ പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഇമേജ് മേക്കിങ്ങിന്റെ വേറൊരു നാലാമത്തെ ഇതെന്ന് പറയുന്നത്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സോ ഫാർ സംശയങ്ങൾ, ചോദ്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? പോയിന്റ് ഫോളോ ചെയ്യുന്നുണ്ടോ? കണ്ടിട്ടുള്ളതാണത്. അബ്രമോവിക്കിന്റെ ഞാൻ ആ ഒരു പാർട്ടിസിപ്പേഷനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കാണിക്കുന്നത്. മറീന അബ്രമോവിക്കിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേറെ ഇതറിയാമോ? നോക്കിയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവിടെ പെർഫോമൻസ് അറിയാവുന്നതുകൊണ്ട് ഞാൻ മുഴുവൻ കാണണമെന്നൊന്നുമില്ല. ഇതിന്റെ ഒരു കോൺടെക്സ്റ്റ് ഇത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടുത്തെ പെർഫോമൻസ് എന്താണ്? ആ മറീന അബ്രമോവിക്കിനെ നോക്കുക എന്നുള്ളതാണ് പെർഫോമൻസ്. ഒരാളിനെ അവിടെ വന്നിരിക്കാം, എന്നിട്ട് അവരുടെ കണ്ണിലേക്ക് നോക്കിയിരിക്കുക എന്നുള്ളതാണ്. അത് എന്താ, ആ പെർഫോമൻസിനെ പറ്റി നിങ്ങൾ ഇത് മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താ അതിനെപ്പറ്റി വിചാരിക്കുന്നത്? എന്താണ് അതിന്റെ ഒരു ഇത് മുഴുവൻ നടക്കുന്നത് ഒരു ഗ്യാലറിയിലാണ്. ഈ ഗ്യാലറിയിൽ വരെ ആൾക്കാരൊക്കെ വന്ന് ചുറ്റും ആൾക്കാർ നിൽക്കുന്നുണ്ട്, ഇത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരാൾ അതിനകത്ത് എൻട്രി ചെയ്യുമ്പോഴത്തേക്കാണ് പെർഫോമൻസ് വരുന്നത്. അതിന് ആ പെർഫോമൻസ് ആ കണ്ണിൽ നോക്കിയിരിക്കുന്നത്. ആ കണ്ണിൽ നോക്കിയിരിക്കുന്നത് ചില ആൾക്കാർ കരയുന്നുണ്ട്, ചില ആൾക്കാർ ദീർഘശ്വാസം വിടുന്നുണ്ട്. ഒരു പലതരത്തിലുള്ള ഹ്യൂമൻ ഇമോഷൻസിന്റെ ഒരു എക്സ്പ്രഷൻ കൂടി അതിനകത്ത് നടക്കുന്നു. അപ്പോ ഇതിനകത്ത് ഈ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടല്ലോ. ഇവിടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ആക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. ആക്ഷൻ എന്ന് പറയുന്നത് കണ്ണിൽ നോക്കിയിരിക്കുക എന്നുള്ളത്. അപ്പം അത്രത്തോളം ചെറിയ കാര്യങ്ങളിലും ഒരു പെർഫോമൻസ് ഉണ്ടാവും. പെർഫോമൻസിന് അത്രേ വേണ്ടു.
അതാണ്. അപ്പൊ ഇതും ഒരു ഇമേജാണ്. ഇമേജിന്റെ പല ലെവൽസിലാണ് ഈ ഇമേജ്. കാരണം ആ രണ്ടുപേരും ഇരിക്കുന്നത് ഒരു ഇമേജാണ്. ആ ഇമേജിനെ ആൾക്കാർ ഇങ്ങനെ ചുറ്റും നിന്ന് അത് നോക്കുന്നത് വേറൊരു തരത്തിലാണ്. ഇത് സ്പെക്ടേറ്റർഷിപ്പിന്റെ ഒരു ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു എലിമെന്റ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. കുറച്ചുകൂടെ ഇതാണ് അതിന്റെ ഒരു ചുറ്റും ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഈ സ്പെക്ടേറ്റർ ആരാണ് ഇതിന്? എവിടെയോ സ്പെക്ടേറ്റർ, പെർഫോമർ, സ്പെക്ടേറ്റർ ഇതിൽ ഡിഫൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മറീന അബ്രമോവിക്കിനെ ഇയാൾ നോക്കുന്നുണ്ട്, മറീന തിരിച്ച് ഇയാളെ നോക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആരാണ് പെർഫോമർ, ആരാണ് സ്പെക്ടേറ്റർ? എവിടെ? ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. കാരണം രണ്ടുപേരും ഗെയ്സിംഗ് എന്ന് പറയുന്ന നോട്ടത്തിലാണ് അത് മുഴുവൻ നിൽക്കുന്നത്. ഓഡിയൻസ് കാണുന്ന ആൾ എന്ന തരത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വളരെ ഡിഫിക്കൽട്ടാണ്. പെർഫോമറെയും സ്പെക്ടേറ്ററെയും ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രണ്ടുപേരും ഒരേ തരത്തിലുള്ള ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. കാരണം അയാളെ നോക്കിയിട്ട് പിന്നെ മെറീനയും കരയുന്നുണ്ട്, മെറീനെ നോക്കിയിട്ട് ഇയാളെ കുറിച്ച്. സോ the performer spectator division is very difficult ഇവിടെ. പിന്നെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ സ്പെക്ടേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിൽ ആരാണ്? അവരാണ്. അപ്പൊ ഇവർ രണ്ടുപേരും പെർഫോമൻസ് ആണ്. അപ്പൊ the moment somebody entering into that space, ആൾക്കാർ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന അതിൽ കിടക്കുന്ന ഒരു നടുക്കുള്ള ആ സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിലേക്ക് ഒരാൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആക്ടറായിട്ട് മാറുകയാണ്, കാരണം ഒരു പെർഫോമറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓഡിയൻസ് ക്രിയേറ്റ് ദ മീനിങ് എന്നുള്ളതാണ് അഞ്ചാമത്തത് ഈ ഇമേജ് മേക്കിംഗ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മൾ ഇപ്പൊ കണ്ടത്. കാരണം ഓഡിയൻസ് ആയിട്ട് വന്ന ഒരാളാണ് ഒരു പെർഫോമറായിട്ട് മാറുന്നത്. അപ്പൊ ഒരു അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഇമേജ് ഒരിക്കലും ഒരു അർത്ഥം തരുന്നില്ല. ആ ഇമേജിനെ പെർസീവ് ചെയ്യുമ്പോഴത്തേക്കാണ്, ആ ഇമേജിനെ ഓഡിയൻസ് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്താണ് അതിന്റെ ഇത് വരുന്നത്. ആറാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ഓഫ് മെറ്റീരിയാലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ മെറ്റീരിയാലിറ്റി എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് തരത്തിലുള്ള മെറ്റീരിയൽ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു മീഡിയത്തിലും കൂടി ആ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് ചോദിക്കേണ്ടതുണ്ട്. എന്ത് തരത്തിലുള്ള മീഡിയം ആണ് ഉപയോഗിക്കുന്നത്? It's very easy. I work with the United Nations Human Rights Council in Geneva as part of a non-governmental organisation called the International Humanist and Ethical Union. We have been speaking and writing against the UN resolution combating defamation of religion in 2007. The concept was originally put forward in 1999 by the organisation of the Islamic Conference and Alliance of 57 Islamic States. Not only is it no longer legitimate to criticise it, we have been told in the Human Rights Council that we are not to mention Islam. We may not use the word Sharia. This is the leading human rights institution in the world, and that attack on free expression is something which we have to resist. Because to defend people who are being persecuted by Sharia law, I have to attack the system. If you call your system of law the Holy Sharia, and you're saying to attack it is Islamophobic, you're using religion to restrict freedom of speech. And of course it didn't help our case within the Human Rights Council at all that Ireland just recently passed the blasphemy law, those who are very unconfessed. This year, the organisation of the Islamic Conference thought they might actually lose the resolution.
for the first time the OIC instead. പറയും എന്താ കണ്ടത്? യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു പിന്നെ എന്താണ് ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പെർഫോമൻസിനെ പറ്റി പറയും. അദ്ദേഹം സംസാരിക്കുന്ന അതേ ഫ്ലോയാണ് ഇവിടെ കൈ മൂവ് ചെയ്തത്. അതെ. ശരി, അത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് അല്ലാത്ത സമയത്ത് കാണിക്കുന്നുണ്ട്. ആ ഈ പറയുന്നതും ആക്ഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചില സ്ഥലത്തില്ല. പക്ഷെ ഒരു ഓവറോൾ ആണെങ്കിലോ ഈ പറയുന്നതാണോ ഇയാൾ ആക്ട് ചെയ്യുന്നത്? ആ ഇത് തമ്മിൽ ബന്ധമില്ല, ഡിസ്കണക്ട് ആണ്. ഈ പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഒട്ടും ഇമോഷൻ ഇല്ലാത്ത ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ്, യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ് അയാൾ പറയുന്നത്. ഈ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഒരു ചില സമയത്ത് ചില മൂവ്മെന്റിന്റെ തരത്തിലൊക്കെ ചില മീനിങ്, ഇതിനൊരു ആക്ഷൻ, ഒരു മീനിങ് മേക്കിംഗ് ചെയ്യുന്നില്ല. അതാണ് ഇമോഷൻ. എക്സാക്ട്ലി. അപ്പൊ നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കുക ചെയ്യുന്നത് ഇല്ലേ? സോ വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദി കണക്ഷൻ ബിറ്റ്വീൻ ദി അയാൾ സംസാരിക്കുന്നതും ഈ കൈയുടെ ആക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇയാൾക്ക് കൈവച്ചും ചെയ്യാം, തല കൊണ്ട് മാത്രവും ചെയ്യാൻ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ കാലുകൊണ്ട് ഇത് കൈ കാണിക്കുന്നത് ഫുട് വർക്കായിട്ടും ചെയ്യാം. നോക്കൂ, ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ പറയുന്ന കാര്യവും കാണുന്ന കാര്യവും തമ്മിലൊരു ഡിസ്കണക്ട് അവിടെ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് എന്ന് പറയുന്നത് നോട്ട് നെസസറിലി ടെല്ലിങ് എ സ്റ്റോറി. ആ ഇമേജ് ഡിഫറെന്റ് ആയിട്ട് നിൽക്കാം, അർത്ഥവുമായിട്ട് അതിന് ബന്ധമില്ല. കൈകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു യൂണിറ്റി നമ്മൾ കാണുന്നുണ്ട്, കൈകൊണ്ട് ചെയ്യുന്നത് കൊണ്ട്. പക്ഷെ കൈകൊണ്ട് എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, കൈകൊണ്ട് ചെയ്യാം. പക്ഷെ ഈ പെർഫോമൻസ് നമ്മൾ നല്ല ശ്രദ്ധിച്ച് കണ്ടിരിക്കും. അതാണ് ആ പെർഫോമൻസിൽ. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ അർത്ഥവും നമ്മുടെ ജസ്റ്റേഴ്സും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വിചാരത്തിന്, ഒരു ധാരണയെ തിരുത്തുന്ന പെർഫോമൻസാണ്. അതിന് തമ്മിൽ ബന്ധമില്ല, അതിന് തമ്മിൽ ബന്ധം വേണമെന്നില്ല. പൊളിറ്റിക്കൽ കമന്ററി അല്ലേ? അതായത് this is like enabling a disability, enabling the disability of the people to understand these dispassionate UN documents. അങ്ങനെ എനിക്ക് ആലോചിക്കാം. ഇത് മറ്റേ ഇയാള് പറയില്ലേ, സ്പീക്കിംഗ് ടു എ ഡെഡ് ഹെയർ ഇസ് ബെറ്റർ ദാൻ ടോക്കിംഗ് ടു യു ഓർ ഡൂയിങ്. ഒരു ജോസഫ് ബൈസ് ഒരു അടച്ച മുറിയിൽ ഒരു മുയലിനോട് ഇങ്ങനെ പറഞ്ഞു നോക്കില്ലേ, ചത്ത മുയലിനോട് ഇങ്ങനെ ആ ബ്ലാബ്ലാക്കി ഒരു അർത്ഥമില്ല. പക്ഷേ അല്ല, അത് കറക്റ്റ് ആണ് കേട്ടോ. ആ ജിബ്രിഷ് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ അത് ഭാഷയുടെ മീനിങ് അവിടെ പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ആ പെർഫോമൻസിന്റെ കോണ്ടെക്സ്റ്റിൽ വി ഇൻവെന്റ് എ മീനിങ്, നമ്മളൊരു മീനിങ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ ഉണ്ട്. അതായത് ഇമേജ് അതിൻ്റെതായ ഒരു യാഥാർത്ഥ്യം ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് ഇമേജ് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല, പക്ഷെ ഇമേജ് വിൽ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ റിയാലിറ്റി എന്ന് ഞാൻ പറഞ്ഞു. അത് കറക്റ്റായിട്ട് ഈ സംഭവം അതാണ്. ജിബ്രിഷ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല എക്സാമ്പിൾ, താങ്ക് യു കേട്ടോ. ആ ജിബ്രിഷ് എന്ന് പറയുന്നത്, ആ ജിബ്രിഷ് നമ്മൾ പറയുമ്പോൾ ഈ കൈ ഉപയോഗിക്കുന്ന പോലെയാണ്. അവിടെ നമ്മളാണ് ഈ അർത്ഥത്തിനെ അങ്ങോട്ട് ആരോപിച്ച് നമ്മളൊരു അർത്ഥം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ആ ഇമേജിൽ. പിന്നെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി റെപ്രസെന്റേഷൻ എന്നുള്ളതാണ്. അതിന്റെ ഒരു ഓതന്റിസിറ്റിയും അതിന്റെ ഒരു സെൽഫ് റെപ്രസെന്റേഷൻ, എത്തിക്കലായിട്ടുള്ള ഒരുപാട് കൺസേൺസ് ഉണ്ട്. നമ്മളിപ്പോ വയനാട്ടിലെ ആദിവാസി സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആദിവാസിയുടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എത്തിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദെയർ മെറ്റീരിയൽ അല്ലെ, നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ ഇറ്റ്സ് ദെയർ മെറ്റീരിയൽ. അത് വർഷങ്ങളായിട്ട് അവർ തലമുറകളായിട്ട് സൂക്ഷിച്ചു വെച്ച ഒരുപാട് പിന്നെ
അറിവിൻ്റെയും അങ്ങനെയുള്ള അത് അവരുടെ മെറ്റീരിയലാണ്. അപ്പം മെറ്റീരിയൽ മീറ്റേക്ക് നമ്മളൊരു ലോക്കൽ കമ്മ്യൂണിറ്റിയിലേക്ക് പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ആ ഒരു എത്തിക്കൽ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ടിസൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കോ ക്രാഫ്റ്റ്മാൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കവിതയൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്രാഫ്റ്റ്മാൻസ്, ലോക്കൽ ആർട്ടിസൻസ്, ക്രാഫ്റ്റ്മാൻസിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കോണ്ടെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു എത്തിക്കൽ കൺസിഡറേഷൻ നമുക്കുണ്ടാകും. പിന്നെ ഇമേജ് പൊളിറ്റിക്കൽ ആണെങ്കിൽ, ഇമേജ് പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട്. നാടകവേദിയിൽ എപ്പോഴും വരിക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകവേദി ചരിത്രപരമായി എല്ലാ കാലത്തും മനുഷ്യത്വത്തിനെ, ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ അപ്ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടാണ്. അത് എല്ലാ കാലത്തും ഈ നാടകത്തിന് എതിരായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ക്യാമറ കണ്ടുപിടിക്കുന്നതോടുകൂടി എല്ലാവരും പറഞ്ഞ് നാടകവേദി ഇനി ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ നാടകവേദി ഏറ്റവും കൂടുതൽ സ്വന്തം ഐഡന്റിറ്റി കണ്ടെത്തിയത് ആ സമയത്താണ്. കാരണം അതെല്ലാം ക്യാമറയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നാടകവേദി ഉപേക്ഷിച്ചു. അപ്പൊ മനസ്സിലായി നാടകവേദി മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്. അതൊരു ഹ്യൂമൻ പ്രസൻസ് ആണ്. ആ ഹ്യൂമൻ പ്രസൻസ് ആണ്. അപ്പൊ എല്ലാ കാലത്തും യുദ്ധങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് പോലും റഷ്യ പോളണ്ടിനെ ആക്രമിച്ചിരിക്കുന്ന കാലത്ത് തിയേറ്ററുകളെല്ലാം അടച്ചിട്ട കാലത്താണ് ഗ്രൊട്ടോസ്കിയുടെ നാടകങ്ങൾ വന്നത്. ഗ്രൊട്ടോസ്കി അത് നാടകം നിരോധിച്ചു. റഷ്യ പോളണ്ടിൽ ആർക്ക് നാടകം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഗ്രൊട്ടോസ്കി നാടകം ചെയ്തിരുന്നു. സെല്ലാറുകളുടെ ഉള്ളിൽ പോയിട്ട് ആ സെല്ലാറുകളുടെ ഉള്ളിൽ ചെറിയ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് ആ നാടകങ്ങൾ നടന്നിട്ടുള്ളത്. ആ നാടകങ്ങളെല്ലാം കണ്ടിട്ടുള്ള നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ, ഒരു കലാരൂപവും ഒരു മാസീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അപ്ഹോൾഡ് ചെയ്തിട്ടാണ് ഒരു കലാരൂപം നിലനിൽക്കുന്നതെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നു. ഞാനിപ്പോഴും ഇവിടെ നിന്നിട്ട് ഗ്രൊട്ടോസ്കിയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൊട്ടോസ്കിയുടെ നാടകം അങ്ങനെ ഗ്രൊട്ടോസ്കി ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. അത് റിപ്പീറ്റ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പോളണ്ടിൽ പോയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ ഞാൻ നാടകം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഒരു കലാരൂപവും, വിശ്വപ്രസിദ്ധങ്ങളായ ഒരു കലാരൂപവും ഒരു വലിയ മാസ് എടുത്ത് വെച്ചിട്ടാണ് അത് മുഴുവൻ കണ്ട് അവര് ഒരു വലിയ ജനക്കൂട്ടം, വമ്പിച്ച ജനാവലികൾ കണ്ടിട്ടാണ് ഒരു കലാരൂപവും മഹത്വവൽക്കരിക്കപ്പെട്ടതെന്ന് വിചാരിക്കുകയും ചെയ്തു. അതൊക്കെ വളരെ ചെറിയ കമ്മ്യൂണിറ്റികൾ മാത്രം കണ്ടിട്ടുള്ളതായിരുന്നു. അത് വിഷയമല്ല. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളത്. പിന്നെ ലൈവ്നെസ് ആസ് നോളജ് എന്ന് പറയുന്നത് നാടകത്തിനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു ആർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ലൈവ്നെസ് എന്ന് പറയുന്നത്. ലൈവ്നെസ് എങ്ങനെയാണ് നോളജ് ആവുന്നത്? നമ്മുടെ നോളജിനെ പറ്റിയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ധാരണ എന്ന് പറയുന്നത്, ഈ നോളജ് എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ടുള്ള ഒരു വ്യാപാരമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ശരീരം നോളജാണ്, ശരീരം നോളജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള ഒരു ഇതാണ് അതിൻ്റെ ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? കാരണം നിങ്ങളുടെ ഇമോഷൻസ് നോളജാണ്. നോളജ് എന്നുള്ളത് ഈ ബുദ്ധിപരമായിട്ട് സംഭവിക്കുന്ന ഒരു വ്യാപാരമാണ് എന്നുള്ളത് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അത് വളരെയധികം ഒരു യൂറോസെൻട്രിക് ആയിട്ടുള്ള ഒരു ധാരണയാണ്. അത് ബുദ്ധിയിലാണ്, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള വ്യാപാരത്തിലാണ് നോളജ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, ശരീരത്തിനെ സംബന്ധിച്ചിട്ടുള്ള കല അല്ലെങ്കിൽ പെർഫോമൻസ്, ഡാൻസ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്കൊന്നും അവിടെ വലിയ ഒരു ഇതില്ല. ഇപ്പൊ പ്ലാറ്റോയുടെ ഒക്കെ തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, പ്ലാറ്റോയുടെ റിപ്പബ്ലിക്, പ്ലാറ്റോ ഐഡിയൽ ആയിട്ടുള്ള ഒരു റിപ്പബ്ലിക്കിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെ വേണം എന്നുള്ളത്. അതിനകത്ത് തിയേറ്റർ ഇല്ല, ആർട്ടില്ല. അപ്പൊ ആർട്ടിനെ പറ്റി പ്ലാറ്റോ പറയുന്നത് എന്താണ്? മനുഷ്യനെ വഴിതെറ്റിക്കുന്നതാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് വഴിതെറ്റിക്കുന്നത്? ഈ ഇല്ലാത്ത ഇമോഷൻസിനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇമോഷൻസിനെ ബുദ്ധിപരമായിട്ടുള്ള സംവാദങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു വലിയ പാരമ്പര്യമാണ്. ഒരു ആന്റി തിയേറ്ററിക്കൽ പ്രജുഡ്യൂസ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തില് കലയ്ക്കെതിരായിട്ട്, വികാരങ്ങൾക്കെതിരായിട്ട് നിന്ന ഒരു പാരമ്പര്യമാണ്, ഒരു ദാർശനിക പാരമ്പര്യമാണ് പാശ്ചാത്യമായിട്ടുള്ള പാരമ്പര്യം എന്ന് പറയുന്നത്. ഇതിനേക്കാളും കുറച്ച് വ്യത്യാസമാണ് ഈ ഒരു ഏഷ്യൻ ആഫ്രിക്കൻ ഒരു ജ്ഞാന സിദ്ധാന്തം, എപ്പിസ്റ്റമോളജി എന്നൊക്കെ പറയുന്നത് ശരീരബന്ധിതമാണ്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ ആദിവാസി സമൂഹത്തിലെ വൈദ്യം ചെയ്യുമ്പോൾ അതിനകത്ത് മന്ത്രവാദം ചെയ്യുന്നത് ഒരു വലിയ റിയാലിറ്റിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, അത് ചെയ്യുന്നതും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ മന്ത്രവാദം വളരെ ഒരു യാഥാർത്ഥ്യമാണ്. അത് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയാണ് അവരുടെ ഒരു സാമൂഹിക അസ്തിത്വത്തിനെ നിർണയിക്കുന്നത്. ആ മന്ത്രവാദത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ സാമൂഹിക അസ്തിത്വം ഇല്ല, നിലനിൽക്കുന്നില്ല.
അത് ഒഴിവാക്കപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ മന്ത്രവാദം എന്ന് പറയുന്നത്. മന്ത്രവാദം സയന്റിഫിക് ആണോ, മന്ത്രവാദം കൊണ്ട് തലവേദന മാറുമോ എന്നുള്ള ചോദ്യം അവിടെ അപ്രസക്തമാണ്. അപ്പം അതാണ് ഈ ലൈവ്നെസ് എന്ന് പറയുന്നത്. ശരീരം കൊണ്ടുള്ള ശരീരത്തിന്റെ ലൈവ്നെസ്, ശരീരം ഒരു ജ്ഞാന സിദ്ധാന്തമാണെന്നുള്ളത്, ശരീരം മുഴുവൻ തന്നെ ഒരു 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 ജ്ഞാന രൂപമാണെന്നുള്ളത്. നിങ്ങളുടെ അറിവ് എന്ന് പറയുന്നത് ശരീരത്തിൽ നിലനിൽക്കുന്നതാണ് എന്നുള്ളത് ലാർജ്ലി ഒരു ഏഷ്യൻ ആഫ്രിക്കൻ ചിന്താരീതിയാണ്. അതുകൊണ്ട് ഈ സൗത്ത് ആഫ്രിക്കയിലെ അവരുടെ അപ്പാർത്തൈഡ് മൂവ്മെന്റ് നടന്ന കാലത്ത് അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സമയത്തെല്ലാം തന്നെ ഉണ്ടല്ലോ, അവർ ഡാൻസ് ചെയ്തിട്ടാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തത്. ഡാൻസ് ചെയ്തിട്ടാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത്. സെർബിയയില് അവര് ഈ റഷ്യയുടെ അധിനിവേശത്തിന് ചെറുത്തുന്നത് മുഴുവൻ റോഡിലിറങ്ങിയിട്ട് പാട്ട് പാടി. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ചരിത്രത്തിൽ നമ്മൾ കാണുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള ചരിത്ര സന്ദർഭങ്ങളാണ്. അത് തെരുവിലിങ്ങനെ വലിയ റോഡിൽ ഹൈവേയിൽ അവര് സർവ്വ മനുഷ്യരും ഇറങ്ങി നിന്നിട്ട് പാട്ട് പാടിയിട്ടാണ് ഈ റഷ്യൻ മിലിറ്ററിയെ അവർ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ റഷ്യൻ ടാങ്കുകൾക്ക് ഉരുളാൻ പറ്റാത്ത തരത്തിൽ മനുഷ്യരവിടെ നിന്നിട്ട് പാട്ട് പാടുകയും ചെയ്തു. ഇതുപോലെ നമ്മൾ ചരിത്രത്തിൽ കാണുന്ന ചില മുഹൂർത്തങ്ങളുണ്ട്. അവിടെ മനുഷ്യ ശരീരവും കലയും ഈ അധികാരത്തിന്റെ അധിനിവേശത്തിനെതിരായിട്ട് ഒരു ഒരു പ്രതിഷേധവും പ്രതിരോധവും തീർക്കുന്ന ചില ചരിത്ര മുഹൂർത്തങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ലൈവ്നെസ് എന്ന് പറയുന്നത് ഒരു നോളജാണ് എന്നുള്ളതാണ് ഇമേജ് മേക്കിങ്ങിന്റെ എട്ടാമത്തെ ഉണ്ടോ. The way they think. ഈ രണ്ടാൾക്കാരെയാണ് നിങ്ങൾ മറീന അബ്രഹാമിക്ക് ആദ്യത്തെ പെർഫോമൻസിൽ കണ്ടത്. അവർ രണ്ടുപേരും ഇത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. What do you see? I don't know what will happen. It's only What do you one. see? Tell me. This can be a performance, അല്ലേ? റിഥമാണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ ടെമ്പോ ചിലപ്പോ നഷ്ടപ്പെടും, ചിലപ്പോ കിട്ടും. അതെ. പിന്നെ ടെമ്പോയ്ക്ക് ഒരു മാറ്റം വരുന്നില്ലേ, ഈ സ്പീഡിൽ ഒരു മാറ്റം വരുന്നുണ്ട് അല്ലേ? അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാംഗ്വേജ് അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ബോഡിയുടെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇതെന്താണ്? ബോഡിയുടെ മൂവ്മെന്റ് ആണ് അല്ലേ? അപ്പോൾ മൂവ്മെന്റ് ആണ് പെർഫോമൻസിന്റെയും ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ്. അതായത് പെർഫോമിംഗ് ആർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊരു രംഗകലയുടെയും ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് മൂവ്മെന്റ് ആണ്. ഈ മൂവ്മെന്റിലാണ് ആ രംഗകല നിൽക്കുന്നത്. അപ്പൊ ഈ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ മൂവ്മെന്റിനെ ഒരു ലാംഗ്വേജ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് സാധാരണ ഭാഷ അല്ല അവിടെ പ്രധാനമായിട്ട് വരിക. ടെമ്പോ, അതിന്റെ സ്പീഡ്, റിഥം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെയാണ് അതിന്റെ എലിമെന്റ്സ് ആയിട്ട് വരിക. അപ്പൊ ഈ പെർഫോമൻസിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ഇതാണ്. പിന്നെ പല തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഈക്വലായിട്ട് അവർ കമ്മ്യൂണിറ്റിനെ ഷെയർ ചെയ്യുന്ന ഒരു സാധനമാണ് സ്ലാപ്പ് എന്ന് പറയുന്നത്. സ്ലാപ്പ് ഒരു റിഥമായിട്ട് മാറുന്നു.
അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് ഇപ്പൊ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതുപോലെ ഇമേജ് മേക്കിംഗ് ആണ്. ഒരു ഇമേജ് മേക്ക് ചെയ്തെടുക്കുക. ഇവിടെയും നമ്മൾ പറഞ്ഞ എല്ലാ എലിമെന്റ്സും വരുന്നുണ്ട്. ലൈവ്നെസ് വരുന്നുണ്ട്, ഒരു ഇന്ററാക്ഷൻ വരുന്നുണ്ട്. ആ ഇമേജ് എന്ന് പറയുന്ന ഒരു എംബോഡീഡ് ആണ്, എംബോഡിമെന്റ് ആണ് ആ ഇമേജിനെ സാധ്യമാക്കുന്നത്. അങ്ങനെ